നിങ്ങൾ ആരിലൊക്കെ വിശ്വസിക്കണം? ഒന്ന്, നിങ്ങൾ ആദ്യം ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുകയും, ദൈവത്തിൽ വിശ്വസിച്ചാൽ എന്ത് നടക്കും? അതിനെഴുതിയിരിക്കുന്നു, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഉറച്ചു നിൽക്കും, ഉറപ്പുണ്ടാവും. രണ്ടാമത് പറയുകയാണ്, വായിച്ചോ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം. ആ ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്മാരെയും വിശ്വസിച്ചാൽ നിങ്ങളുടെ സകല പ്രവൃത്തികളിലും കൃതാർത്ഥരായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അനവധി ആൾക്കാർക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒന്ന്, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോളാം, ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചോളാം, ദൈവത്തെ നേരിട്ട് കേട്ടോളാം. ദൈവത്തിൽ നിന്നും കേൾക്കുന്നില്ല, മനുഷ്യരിൽ നിന്നും കേൾക്കുന്നില്ല, പിശാചിൽ നിന്നും കേൾക്കാത്ത ആൾക്കാരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും നിങ്ങളത് എന്നാൽ ഉറച്ചു നിൽക്കുകയും. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് വേണ്ടി ദൈവമല്ല ദൈവം അഭിഷിക്തന്മാരിലൂടെയാണ് സംസാരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും മുട്ടുമടക്കി ഇരുന്ന് ഓഡിബിൾ വോയിസ് ആയിട്ട് ദൈവശബ്ദം കേട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പുറത്തെ നാട്ടുകാരുടെ, വീട്ടുകാരുടെ, അയൽവാസിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുമായിരിക്കും. ചിലപ്പോൾ വേറെ വല്ല ഫോൺ അടിക്കുന്ന, ബെല്ലടിക്കുന്ന സൗണ്ടും കേൾക്കും. ദൈവശബ്ദം കേട്ട് നടക്കുന്നവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിക്കുകയും ആ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന പ്രവചന ദൂതുകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും വിശ്വസിക്കുക മാത്രമല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്നതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ദൈവം അഭിഷിക്തന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ്, എല്ലാം നിങ്ങൾക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, എല്ലാം എല്ലാവർക്കുള്ളതല്ല. എന്നാൽ ഇതിനകത്ത് ചിലത് നിങ്ങൾക്കുള്ളതാണ്. അതിലോട്ട് നിങ്ങളെ നടത്തുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്, പ്രവാചകന്മാരാണ്. അവരാണ് ലോഗോസ്. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ ലോഗോസ് എന്ന് പറയുമ്പോൾ ആ എഴുതപ്പെട്ട പ്രവചന ദൂതുകളുടെ അകത്തു നിന്നും ദൈവത്തിൻ്റെ പ്രവാചകന്മാർ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചിലതിനെ എടുത്ത് തരും. അതാണ് റേമ, വെളിപ്പാട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള വെളിപ്പാടുകൾ. അപ്പം നിങ്ങൾ ദൈവത്തിന് വിശ്വസിക്കണം. നിങ്ങൾക്കോട് സംസാരിക്കുന്ന പ്രവാചകന്മാരിലും വിശ്വസിച്ചാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഡോറുകൾ ഓപ്പൺ ആകും, രോഗങ്ങൾ മാറും, മരണം മാറും, ശാപം മാറും, കെട്ടുകൾ അഴിഞ്ഞു മാറും. അതൊരു നാണക്കേടല്ല. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, പ്രവാചകന്മാരോടും നിങ്ങളുടെ വിഷയങ്ങളും രോഗങ്ങളും പറഞ്ഞ്, നിങ്ങളിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ സഭയിൽ വന്ന മൂപ്പന്മാരോട് പരസ്പരം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരുമെന്ന് വചനം പറയുന്നു. അവ അറിയുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരും. പ്രൈസ്, എണ്ണ തേച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരും. മൂപ്പന്മാരോട് പറയുക, പാപങ്ങൾ ഏറ്റു പറയുക, പറഞ്ഞ് സഭയിൽ വന്ന മൂപ്പന്മാരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവത്തിലും ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഏത് വിഷയത്തിനും മറുപടി ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങൾ മാറും. ഏത് രോഗം, ഏത് മരണം, ഏത് ശാപമാണെങ്കിലും അത് ചില ആൾക്കാർ ബലാത്കാരേണ അത് സൗഖ്യത്തെ പ്രാപിച്ചെടുക്കും. ഇപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാം. ഇന്ന് രാവിലെ പറഞ്ഞ മെസ്സേജ് എടുക്കേണ്ട സെക്കൻഡ് വർഷിപ്പിന് മറ്റൊന്ന് എടുക്കാമെന്ന് ചിന്തിച്ചപ്പോഴും വീണ്ടും അത് തന്നെ പരിശുദ്ധാത്മ പറയുന്നത് കൊണ്ട് അതിലെന്തോ കാര്യമായിട്ട് ദൈവത്തിന് ചെയ്യാനുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് കർത്താവ് എന്നെ കൊണ്ട് അത് മാത്രം പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 42:22 വായിക്കാം. ആ ആ ആ ആ ആ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രവാചകൻ പറയുകയാണ്, യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പറയുകയാണ്, നമ്മൾ ഇന്നായിരിക്കുന്ന സിറ്റുവേഷൻ, അല്ല ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വിശ്വാസികളെ മുഴുവൻ നോക്കി പറയുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ട ഒരു ദൂതാണിത്, ഒരു വചനമാണ്, ഒരു പ്രബോധനമാണ്, ഒരു ഉപദേശമാണ്. നിങ്ങൾ കുഴികളിൽ കിടക്കുന്നു, നിങ്ങൾ കൊള്ളയായി പോയി, നിങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു, നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പൈശാചികൻ്റെ പിടികളിലായിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന സൗഖ്യത്തെ, ആരോഗ്യത്തെ
നിങ്ങളുടെ സാമ്പത്തിക നന്മകളെ, തലമുറകളുടെ അനുഗ്രഹത്തെ, കുടുംബജീവിതത്തെ, ബിസിനസ്സുകളെ പല മേഖലകളിൽ ആക്രമിച്ച് നിങ്ങളെ കടക്കാരാക്കി, രോഗികളാക്കി, ശപിക്കപ്പെട്ടവരാക്കി കുഴിക്കകത്ത് കിടത്തിയിരിക്കുന്ന ആ കിടപ്പിനകത്ത് കടന്നുകൊണ്ട് പലരും ഇതിങ്ങനെയല്ല, എനിക്ക് സൗഖ്യം വേണം, എനിക്കൊരു വിടുതൽ വേണം, എൻ്റെ പിശാച് മോഷ്ടിച്ച എൻ്റെ ആരോഗ്യത്തെ, നന്മയെ, സമ്പത്തിനെ എല്ലാം എനിക്ക് മടക്കി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന, ആവശ്യപ്പെടുന്ന ആൾക്കാരില്ല എന്നാണ് വചനം പറയുന്നത്. അതിൻ്റെ അർത്ഥം, നീ ആവശ്യപ്പെട്ടാൽ, നീ എഴുന്നേറ്റാൽ, നീ മടക്കി തരാൻ പറഞ്ഞാൽ ദൈവം അത് തിരിച്ചു പിടിച്ചു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം ദൈവമക്കളാണ്, ബൈബിൾ കൊണ്ട് നടക്കുന്നവരും ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. പക്ഷേ നമ്മളെല്ലാം ഭാരതീയരാണ്, നമ്മൾ ഇന്ത്യയിൽ ജനിച്ചവരാണ്. നമ്മുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം, ഇന്ത്യയിലുള്ള എല്ലാവരും. നമ്മൾക്ക് ഒരു കൾച്ചറുണ്ട്, നമുക്കൊരു ഭാരതീയമായ സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ ലൈഫിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. വിശ്വാസികളാണെങ്കിൽ കൂടെ രാഹുകാലം നോക്കുന്നവരുണ്ട്, ഗുളികാലം നോക്കുന്നവരുണ്ട്, നൂല് കെട്ടുന്നവരുണ്ട്, താലിമാല അണിഞ്ഞുകൊണ്ട് അത് ഊരാത്തവരുണ്ട്, താലിയിൽ വിശ്വസിക്കുന്നവരുണ്ട്, പിന്നെ ബുധനാഴ്ച രോഗിയെ കാണാൻ പോയാൽ പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പ്രൈസ് അവർ തട്ടിപ്പോകുമെന്ന് പറയുന്നവരുണ്ട്, വെള്ളിയാഴ്ച ഭൂതം ഇറങ്ങുന്ന യക്ഷിയുടെ ദിവസമാണെന്ന് പറയുന്നവരുണ്ട്, ചൊവ്വാഴ്ച നല്ല ദിവസമല്ലെന്ന് പറയുന്നവരുണ്ട്. എല്ലാ ബന്ധക്കോസുകാരുമാണ്, പക്ഷേ എല്ലാ മുട്ടക്ലോസുകാർക്കും ഇതുണ്ട്. പ്രൈസ്, പേര് ബന്ധക്കോസ് ആണെങ്കിലും ജീവിതം കൊണ്ട് അന്ധവിശ്വാസികളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, ഞാൻ പറഞ്ഞാലേ നിങ്ങൾ കൈയടിക്കൂ. പക്ഷേ ഇപ്പോൾ ഒരു ഭൂതം ഇളകിയാൽ നിങ്ങളെല്ലാം കൈയടിക്കും. നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചൊന്ന് ഇളക്കിയാൽ നിങ്ങൾ ആരും പറയാതെ സ്തോത്രം ഹല്ലേലൂയ പറയും. കാരണം നമ്മൾ അന്ധവിശ്വാസികളും നമ്മൾ സ്വയമായിട്ട് ഒരു സ്വയം പര്യാപ്തതയിൽ വന്ന വിശ്വാസികൾ വളരെ കുറവാണ്. എനിക്ക് വിടുതൽ പ്രാപിക്കണം, ഞാനത് പ്രാപിച്ചെടുക്കും. ഇന്ന് നമ്മളെ അനിൽ ബ്രദർ, അദ്ദേഹം ആദ്യം കരഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ഞാൻ ICU ചെന്നപ്പോഴൊക്കെ പൊട്ടി കരച്ചില്ല. കഴിഞ്ഞ നാൾ ഞാൻ ഇന്ന് ഞെട്ടി അത്ഭുതപ്പെട്ടിരിക്കുക. ഞാൻ ഇന്ന് വിചാരിച്ചത് കൂട്ടക്കരച്ചിലും വലിയൊരു നദി ഇവിടെ ഒഴുകുമെന്നാണ്. എനിക്കും കരയേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് അദ്ദേഹം എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കാരണം വിശ്വാസിയായ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ജീവിതത്തിൻ്റെ തീച്ചൂളയ്ക്കകത്തൂടെ കയറിയപ്പോൾ ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി. എത്ര മരണത്തിൻ്റെ അകത്തെത്തിയാലും എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഭയപ്പെടേണ്ട കാര്യമില്ല, അവൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പ്രാപിച്ചെടുക്കും. 3 ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്ന ഡോക്ടർമാർക്ക് കത്തിയും കൊണ്ട് അവർ വെട്ടിക്കയറാൻ വേണ്ടി നടന്നത്, പക്ഷെ നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിശ്വാസിയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും അവിടെ ICUക്കകത്ത് കിടക്കുമ്പോഴും മൊബൈൽ ഫോണിനകത്ത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നു. നമ്മളാണെങ്കിൽ വേറെ വല്ലതും കണ്ടുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെ വചനം അകത്ത് കയറി. എന്നിട്ട് ആ ദൈവവചനം ഗർഭം ധരിക്കണം. ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നിന്റെ അകത്ത് ഗർഭം ധരിക്കണം. വായിച്ച് 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 ദൈവവചനം, ഏത് വിഷയം, ഏത് പ്രതികൂലം, ഏത് പ്രതിസന്ധി വന്നാലും ആ സാഹചര്യം അനുസരിച്ചുള്ള വചനം നിന്റെ അകത്ത് നിന്ന് പുറത്തു വരണം. ആ പ്രതികൂലം വരുമ്പോൾ നീ പറയേണ്ടത് വചനമായിരിക്കണം. പ്രൈസ്. നീ രോഗത്തിൻ്റെ അനുഭവത്തിൽ ICUക്കകത്ത് കയറുമ്പോൾ പറയേണ്ടത്, ആ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. കടഭാരത്തിന്റെ നടുവിൽ നീ ആയിരിക്കുമ്പോൾ നീ പറയേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്ത് തരും. പ്രൈസ്. മരണത്തിന്റെ താഴ്വരകളിലൂടെ നീ നടക്കുമ്പോൾ നീ പറയണം, എൻ്റെ സഹായം എൻ്റെ കർത്താവ് യഹോവയിൽ നിന്ന് വരും. ശത്രുക്കൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ പറഞ്ഞ, ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേര് വന്നാലും അതെന്നോട് അടുത്ത് വരികയില്ല എന്ന് വചനം പറയുകയാണ്. ഒരു ബാധയും എന്നെ തൊടുകയില്ല, ഒരു ബാധയും, ഒരു മരണവും, ഒരു രോഗവും, ഒരു ശാപവും എന്നെ തൊടുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുകയാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള വിശ്വാസികളായി
നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ക്രിസ്തീയ വിശ്വാസികളാണ്, ശിഷ്യന്മാരാണ്. പക്ഷേ നമ്മുടെ കരങ്ങളിലോട്ട് ആരും കൊണ്ടുവന്ന സൗഖ്യമൊന്നും ദൈവം തരത്തില്ല, ആരും തരത്തില്ല. നമ്മൾ ഇന്ന് കർത്താവ് 2000 വർഷങ്ങൾ ക്രൂശിൽ കടന്നുകൊണ്ട് വലിയ ഒരു 7 മൊഴികളിൽ ഏറ്റവും വലിയൊരു മൊഴിയാണ് നിവർത്തിയായി. എന്താണ്? എല്ലാവരും പറഞ്ഞോട്ടെ, നിവർത്തിയായി. എന്താ നിവർത്തിയായത്? സകലോ സകലതും. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനിയൊരു യാഗമുണ്ടോ? ഇനിയൊരു മരണമുണ്ടോ? ഇനിയൊരു പ്രജാപതി ഉണ്ടോ? ഇനി യാഗം കഴിക്കാൻ ആരെങ്കിലും വരുമോ? ഇനി ഒരു അവതാരമുണ്ടോ? പ്രൈസ് ദി. ഇനി വരുന്നത്, ക്രിസ്തു വരുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് ശാപങ്ങൾ മരിക്കാനാണോ, അതോ അനുസരിച്ച് ജീവിക്കുന്ന മണവാട്ടി സഭയെ കൂട്ടിക്കൊണ്ടു പോകാനാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞ എല്ലാം നിവർത്തിയായി. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്നും ചെയ്യാനില്ല, സകല കാര്യങ്ങളും ഞാൻ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. കർത്താവ് ഇറങ്ങി വന്ന് എനിക്ക് കൃപാവരം തരണമേ, എനിക്ക് അത് തരണമേ, ചെയ്തു തരണമേ എന്ന് പറഞ്ഞാലല്ല. കർത്താവ് പറഞ്ഞു എല്ലാം നിവർത്തീകരിച്ചു, എല്ലാം ചെയ്തു കഴിഞ്ഞു, കംപ്ലീറ്റ് ഫുൾഫില്ലായി. ഇനി ആകെ ചെയ്യാനുള്ള നമുക്കാണ് നമ്മൾ വിശ്വസിക്കുക. വേറൊരു ജോലിയുമില്ല, ഒറ്റ ജോലിയേ ഉള്ളൂ, ചുമ്മാ പൊട്ടന്മാരെ പോലെ വിശ്വസിക്കുക, ചുമ്മാ അങ്ങ് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾ യേശു ക്രിസ്തു എന്ന രക്ഷകനെ സ്വീകരിച്ചത് വിശ്വാസത്താൽ, വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി. നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ടു. എന്ത്? വിശ്വാസത്താൽ സ്നാനപ്പെട്ടു, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ കടഭാരം മാറും, വിശ്വാസത്താൽ രോഗം മാറും, വിശ്വാസത്താൽ ശാപം മാറും. വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും മാറും. എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും. അവർ രോഗികളെ സൗഖ്യമാക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ മരണകരമായി ഏതെന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. വിശ്വസിച്ചാൽ നീ എൻ മഹത്വം കാണും. വിശ്വസിക്കുന്നവരാൽ ഞാൻ ചെയ്തതിലും അധികം അവർ ചെയ്യും എന്ന പകൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ അനവധിയാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുക. വിശ്വാസം നിന്റെ ഉള്ളിൽ ദൈവം ഇട്ടിരിക്കുകയാണ്. നിനക്ക് ഒരു ബാധയും നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ മതി, എല്ലാം പറഞ്ഞിട്ട് വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കും. നിന്റെ സ്ഥിതി മാറുന്നത് വിശ്വസിക്കുമ്പോഴാണ്. നീ വിശ്വസിച്ച് വിളിച്ച് പറയണം, ഡിക്ലെയർ ചെയ്യണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ ചോദിക്കണം, പിശാച് നിന്നിൽ നിന്ന് എന്തൊക്കെയാണ് മോഷ്ടിച്ചത്? നിന്റെ ആരോഗ്യം മോഷ്ടിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു ഈ ഭൂമിയിലോട്ട് എന്തിനാ വന്നത്? നഷ്ടപ്പെട്ടതിനെ എല്ലാം തിരിച്ചു പിടിക്കാൻ. യേശു വന്നത് എന്തിനാണ്? നഷ്ടപ്പെട്ടതെല്ലാം. നഷ്ടപ്പെട്ടത് എന്താ നഷ്ടപ്പെട്ടത്? മനുഷ്യന് ദൈവം കൊടുത്ത സ്വസ്ഥത, സമാധാനം, സന്തോഷം, ആരോഗ്യം, ആയുസ് സകലതും നഷ്ടപ്പെടുത്തി മരണത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന്, മരണമെന്ന വാക്കില്ലാതിരുന്ന ഈ ഭൂമിയിൽ മരണമെന്ന വാക്കുണ്ടായി, രോഗമെന്ന വ്യാധി എന്ന ശാപമുണ്ടായി, സകലതും കൊണ്ടുവന്നത് പിശാചാണ്. ഹല്ലേലൂയ. തേജസ്സിൻ്റെ മഹത്വം അണിഞ്ഞുകൊണ്ട് ആ തേജസ്സിനകത്ത് ജീവിച്ച മനുഷ്യൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴും, കേറണ്ട. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം നടക്കും. മനുഷ്യൻ അങ്ങനെ ഏതൻ തോട്ടം 4 നദികളെയൊക്കെ ഉണ്ടാക്കി, അതിനകത്ത് നനവുള്ള തോട്ടമുണ്ടാക്കി, എല്ലാം വാഴുന്നവനായി മനോഹരമായി ഏതൻ തോട്ടത്തെ സൃഷ്ടിച്ച ദൈവം എല്ലാ വൈകുന്നേരങ്ങളിലും കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് മനുഷ്യരുമായി ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അവർ ആത്മനിറവിൽ ആരാധിച്ച് സന്തോഷപരമായ ഒരു ജീവിതം. തേജസ്. നഗ്നരായിരുന്നു, അതായത് വസ്ത്രമില്ല, നഗ്നരായിരുന്നു. ഏതൻ തോട്ടത്തിന് ഹവ്വയും ആദാമും നഗ്നരായിരുന്നു. അവർക്ക് പാപം തോന്നിയില്ല, നാണം തോന്നിയില്ല, അവർക്ക് വേറെ ഒന്നും തോന്നിയില്ല. കാരണം മഹത്വത്തിൻ്റെ ഒരു വലിയ ലൈഫ്, തേജസ്സിൻ്റെ ലൈഫ്, ഗ്ലോറിക്കകത്തുള്ള ലൈഫ്. അവിടെ ഒരു പാമ്പിനെ അവർക്ക് പേടിയില്ല, സിംഹത്തെ അവർക്ക് പേടിയില്ല, കുറുക്കനെ അവർക്ക് പേടിയില്ല, ലോകത്ത് ഒരു മൃഗങ്ങളെയും അവർക്ക് പേടിയില്ല. എല്ലാ മൃഗങ്ങളും മനുഷ്യനെ അനുസരിക്കും, സകല ജീവജാലങ്ങളും മനുഷ്യനെ അനുസരിക്കും. ഭയം എന്ന വികാരം അവർക്കില്ല, നാളെക്കുറിച്ചുള്ള ചിന്തയില്ല. പ്രൈസ് ദി ലോർഡ്. അത്ര മനോഹരമായ ജീവിതമായിരുന്നു ഏതൻ തോട്ടത്തിനകത്ത്. നാളെക്കുറിച്ചുള്ള ജീവിതം. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഇന്ന് ആരാധന കഴിഞ്ഞ് എന്തെല്ലാം പ്ലാനാണ് നിങ്ങൾക്കിട്ട്. കാരണം ഇതെല്ലാം വന്നത് ശാപയോഗ്യമായ ഭൂമി ആയതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് കഠിനാധ്വാനം ചെയ്യണം, ജോലി ചെയ്യണം, വിയർപ്പൊഴുക്കണം, വീട് റെഡിയാക്കണം, പിന്നെ വീടിൻ്റെ അടുത്ത ലോണിന് അടച്ചു തീർക്കണം,
വാഹനം വേണം. അന്ന് ഏദൻ തോട്ടത്തിനകത്ത് ഒന്നുമില്ല. ഒന്ന് ചിന്തിച്ചാൽ അടുത്ത സെക്കൻഡ് വേറെ സ്ഥലത്തെത്തും. പ്രൈസ് ദി ലോർഡ്. ആ ഏദൻ തോട്ടത്തിലെ അനുഭവമാണ് ഫിലിപ്പോസിന് സംഭവിച്ചത്. ഇവിടെ പുതിയ നിയമത്തിൽ ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ, വേറൊരു സ്ഥലത്തെത്തി. ഒരു വണ്ടിയുടെ ആവശ്യമില്ല, പെട്രോളിൻ്റെ ആവശ്യമില്ല, ഡീസലിൻ്റെ ആവശ്യമില്ല, ഇലക്ട്രിക് കാറിൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറിക്കകത്ത് ജീവിക്കുന്നത് കൊണ്ട് ചിന്തിക്കുന്ന അടുത്ത നിമിഷം എവിടെയും എത്തും. പറന്നു പോകുന്ന സംഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര മനോഹരവും അത്ഭുതകരമായ ആ ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് ആ പിശാചിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് വെട്ടിത്തറയിലിട്ട് ഏദൻ തോട്ടത്തിനകത്തുനിന്ന് പുറത്തേക്ക് മനുഷ്യനെ പുറത്ത് വലിച്ചെടുത്തു. അപ്പം ആ വീണുപോയ മനുഷ്യനെ വീഴ്ച കണ്ട പിതാവായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ഇങ്ങനെ വീണു പോയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇതിനെന്താണ് ഒരു പരിഹാരം? എങ്ങനെയെങ്കിലും അവനെ തേജസ്സിലോട്ട് മടക്കിയെടുക്കണം, ഗ്ലോറിക്കകത്ത് മടക്കി കൊണ്ടുവരണം, ആ മഹത്വത്തിൽ നടക്കാൻ അവനെ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ കഷ്ടതയിൽ നിന്ന് അവനെ പുറത്ത് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഏദൻ തോട്ടത്തിനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞു, നീ എല്ലാത്തിനെയും വാഴണം, നീ എല്ലാത്തിനെയും വാഴണം. ഹല്ലേലൂയ. അത്രയും നല്ല വിളിയൊക്കെ ഉള്ള നമ്മളെയാണ് പിശാച് തെറ്റിച്ച് കളഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു മടങ്ങി വന്നത് പാപമോചനത്തിന് വേണ്ടി മാത്രമല്ല, നിന്നെ നഷ്ടപ്പെട്ട ഏദൻ തോട്ടത്തിനകത്തുള്ള അതേ അധികാരവും അതേ തേജസ്സും അതേ അഭിഷേകവും അതേ മഹത്വത്തിനകത്ത് വീണ്ടും നടത്തക്കത്ത നിലവാരങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തിരിച്ചൊരു തേജസ് തരാനാണ്, മഹത്വം തരാനാണ്, വാഴുന്ന അധികാരം തരുവാൻ ദൈവം നിങ്ങളെ ഹല്ലേലൂയ അയച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു പിടിക്കാൻ, തൻ്റെ ജനത്തെ തിരിച്ചു പിടിക്കാൻ യേശുക്രിസ്തു എന്തൊക്കെ തിരിച്ചു പിടിച്ചു? ഭൂമിയെ തിരിച്ചു പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാപയോഗ്യമായ പിശാച് വാണുകൊണ്ടിരുന്ന ഭൂമിയെ കർത്താവ് 3.5 വർഷം യെരൂശലേമിൽ ഇസ്രായേൽ വന്നിട്ട് കർത്താവ് നടന്ന സകല സ്ഥലങ്ങളും ശാപം പിടിച്ചതായിരുന്നു. എരിഹോം ശപിക്കപ്പെട്ട സ്ഥലം. യേശുക്രിസ്തു അതുവഴി വന്നു. ഏതൊക്കെ ശാപം പിടിച്ച സ്ഥലമുണ്ടോ അതുവഴിയല്ല യേശു നടക്കാൻ തുടങ്ങി. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ പല പ്രവാചകന്മാരും പലരും നടന്നിട്ടും ഗുണം പിടിക്കാത്ത സ്ഥലങ്ങൾ യേശു കർത്താവ് കയറി നടന്നപ്പോൾ യെരിഹോം അനുഗ്രഹിക്കപ്പെട്ടു. യേശു നടന്നപ്പോൾ നസ്രേത്ത് അനുഗ്രഹിക്കപ്പെട്ടു. യേശു നടന്നപ്പോൾ ഗലീല അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഗദരദേശം അനുഗ്രഹിക്കപ്പെട്ടു. ലഗ്യോൻ പിടിച്ചവൻ ഭൂതങ്ങളിൽ നിന്ന് പുറത്തു വന്നു. ഒരു ദേശം മാത്രമല്ല, മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാക്കളെ യേശു പുറത്താക്കി. മരിച്ചു കിടന്ന വീടുകളിൽ 3 വീടിൽ പോയി, 3 വീട്ടിലും സൗഖ്യം. 3 മരിച്ചവരെ ദൈവം ചെയ്തു പുറത്തു കൊണ്ടുവന്നു. ലാസർ മരിച്ചു, 4 ദിവസമായി. കർത്താവ് ചെന്ന് പറഞ്ഞു, എനിക്ക് മരണത്തിന് മേൽ അധികാരമുണ്ട്. ഒറ്റ വിളി, ലാസറെ പുറത്തു വരിക. അന്ന് ലാസറിന്റെ പേര് മാത്രം വിളിച്ചതുകൊണ്ട് ലാസർ വന്നത്. മരിച്ചവരെല്ലാം പുറത്തു വരട്ടെ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഭൂമിയിൽ അന്ന് മരിച്ച് അടക്ക ശുശ്രൂഷയിലായിരുന്ന എല്ലാവരും പുറത്തു വന്നേനെ. എന്നാൽ കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മരിച്ചവരുടെ മേൽ അധികാരം, ഭൂമിയുടെ മേൽ അധികാരം. ഹല്ലേലൂയ. മനുഷ്യരുടെ അകത്തുള്ള വ്യാധികളുടെ മേൽ അധികാരം. കുരുട്ട് കണ്ണുകളെ തുറന്നു, ഊമരെയും ചെകിടരെയും കുരുടരെയും സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. പാരലൈസറായവരെ സൗഖ്യമാക്കി. വ്യാധികളുടെ മേൽ അധികാരം, ഭൂതങ്ങളുടെ മേൽ അധികാരം, ശാപത്തിന്റെ മേൽ അധികാരം. എല്ലാ മേഖലകളും ദൈവം തൊടുകയാണ്. മനുഷ്യരെ വിടുവിച്ചു. അവരുടെ വിശപ്പിനെ അകറ്റി. അവരുടെ വിശപ്പിനെ അകറ്റിയത് യേശു കർത്താവ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ കുറെ അരിയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് 1000 പേർക്കുള്ള ഫുഡ് 1.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് പാചകം ചെയ്ത് കൊടുക്കുന്ന പരിപാടിയല്ല. കയ്യിലുണ്ടായിരുന്ന 5 അപ്പം 2 മീനിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഗ്ലോറി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എങ്ങനെയാ ഏദൻ തോട്ടത്തിനകത്ത് വർദ്ധിപ്പിക്കുന്ന പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇഞ്ഞു കൊണ്ടുപോകും 5 അപ്പവും 2 മീനും 5000 പേർക്കും 12 കുട്ടം നിറച്ചെടുക്കുന്ന ഒരു ഫുഡ് ഗ്ലോറി അവിടെ റിലീസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന എല്ലാം ഈസിയാണ്. എല്ലാം ഈസി, എല്ലാം ഈസി, എല്ലാം ഈസി. നീ കഠിനമായി വേർപ്പൊഴുക്കി അധ്വാനിച്ച് 8 മണിക്കൂറും 10 മണിക്കൂറും അധ്വാനിച്ചിട്ടും ഒരു നന്മ പോലും പ്രാപിക്കാതിരിക്കുമ്പോൾ എൻ്റെ നാഥൻ, അരിമനാഥൻ നിന്റെ പടകിനകത്തൊന്ന് കേറിയാൽ
ആ പടക് അതിനു വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം പറയാണ്, രാവും പകലുമില്ലാതെ നീ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു നന്മയും പ്രാപിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുകയാണ്. എന്റെ ദൈവം കയറിയിട്ട് പറഞ്ഞു, ഈ വലത്ത് ഭാഗത്തുനിന്ന് വല വീശ്, ഇപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം നിനക്ക് കിട്ടാൻ പോയ. നീ അധ്വാനിച്ചാൽ ലഭിക്കാത്തത്, നീ കഠിനാധ്വാനം ചെയ്താൽ കിട്ടാത്തത്, നീ വേർപ്പൊഴുക്കിയാൽ കിട്ടാത്തത്. ദൈവത്തിന്റെ വാക്ക്, എന്റെ യേശുവിന്റെ നിന്റെ പടകിനകത്ത് കയറിയാൽ, എന്റെ കർത്താവിന്റെ വാക്ക് നീ കേട്ടനുസരിച്ചാൽ അടുത്ത നിമിഷം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോയ. കരങ്ങളെ അടിച്ച ദൈവത്തിന്റെ മഹത്വത്തെ ഗ്ലോറി ഇറങ്ങണമെന്ന് പറഞ്ഞാട്ടെ. തിരിച്ചു പിടിക്കാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് തിരിച്ചു പിടിക്കാനാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ തിരിച്ചു പിടിക്കും, അവരുടെ വസ്തുക്കളെ തിരിച്ചു പിടിക്കും. വീട് നഷ്ടപ്പെട്ടവർ, വസ്തു നഷ്ടപ്പെട്ടവർ, ആരോഗ്യം നഷ്ടപ്പെട്ടവർ, തലമുറകളെ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, കുടുംബങ്ങളെ നഷ്ടപ്പെട്ടവർ, ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെട്ട ചിലതിനെ ദൈവം ഇന്ന് പകൽ നീ പറഞ്ഞാൽ, നീ വിളിച്ചു പറഞ്ഞാൽ, നീ കൽപ്പിച്ചാൽ, ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ് നിനക്ക് ചിലതിനെ തിരിച്ചു പിടിക്കാൻ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിനക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ വസ്തുവകൾ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? വീടും നിലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നീ വിളിച്ചു പറഞ്ഞാൽ ദൈവം അത് മടക്കി തരും. നീ അത് പ്രാപിക്കണം, നീ അത് പ്രാപിക്കണം, നീ അത് പ്രാപിക്കാൻ പോകുക. നീ അത് പ്രാപിക്കണം, നീ അത് പ്രാപിക്കണം, നീ അത് പ്രാപിക്കണം. നിന്റെ കരങ്ങളിലായിരിക്കുന്നു. ജീവനും മരണവും നിന്റെ നാവിലിരിക്കുന്നു. ജീവനും മരണവും നിന്റെ നാവിലിരിക്കുന്നു. ജീവനും മരണവും നിന്റെ നാവിലിരിക്കുന്നു. നീ എഴുന്നേക്കാത്തത് കൊണ്ട്, നീ പറയാത്തത് കൊണ്ട്, നീ കൽപ്പിക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. എന്നാൽ ഇന്ന് പകരം നീ കൽപ്പിക്കുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം, നിന്റെ ലൈഫിൽ നിന്ന് പിശാച് മോഷ്ടിച്ചതിനെ, പിശാച് മോഷ്ടിച്ച വർഷങ്ങൾ, പിശാച് മോഷ്ടിച്ച വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നിന്റെ ലൈഫിൽ നടക്കേണ്ട ബിസിനസ്സുകൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ലൈഫിൽ നടക്കേണ്ട വിടുതൽ, നിന്റെ ശരീരത്തിലെ മാറാത്ത രോഗം, ആ രോഗം ഇരിക്കേണ്ട ശരീരമല്ല നിന്റെ ശരീരം. നിന്റെ വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത അനർത്ഥങ്ങൾ, അനർത്ഥം വെളിപ്പെടേണ്ട വീടല്ല നിന്റെ. നിന്റെ ശരീര രോഗം ഇരിക്കേണ്ട ശരീരമല്ല. യേശു ഇനി നിന്നെ വന്ന് ഇറങ്ങി സൗഖ്യമാക്കാൻ വരത്തില്ല. എന്നാൽ നിന്റെ കരങ്ങളിൽ സൗഖ്യമിരിക്കുന്നു. നീ വായി തുറന്ന് പറയണം, പിശാചേ, നിനക്കെന്റെ ശരീരത്തിൽ ഇരിക്കാൻ അധികാരമില്ല. സൗഖ്യമെന്റെ അവകാശമാണ്, സമ്പത്തിന്റെ അവകാശമാണ്, ആരോഗ്യമെന്റെ അവകാശമാണ്, സമാധാനമെന്റെ അവകാശമാണ്, വർദ്ധനവന്റെ അവകാശമാണ്. ഞാൻ ഉയർച്ച പ്രാപിക്കും. എന്റെ തല ഉയരും. അബ്രഹാമിന്റെ തല ഉയർന്നത് പോലെ എന്റെ തല ദേശത്തിൽ ഉയരും. യെസ്, നിങ്ങളുടെ ലൈഫിൽ എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ നഷ്ടങ്ങൾ കൊണ്ടുവന്നത് ദൈവമല്ല. നിങ്ങൾ ഒരിക്കലും പറഞ്ഞത് കർത്താവ് എനിക്ക് തന്നു, കർത്താവ് എനിക്ക് തന്നു എന്ന് നിങ്ങൾ പറയരുത്. പലരും പറയുന്നത് കർത്താവ് എനിക്കിത് തന്നു, ദൈവം എനിക്ക് തന്നു. ദൈവം ഒന്നും തരുന്നവനല്ല, ഈ ദോഷം തരുന്നവൻ. ദോഷങ്ങളാൽ നിങ്ങളെ പരീക്ഷിക്കുന്നവനല്ല ദൈവമെന്ന് യാക്കോബിന്റെ ലേഖനം പറയുന്നു. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എൻ്റെ കർത്താവ്. നീ അത് പറയണം. എന്നെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല.
നമ്മുടെ മോഹം കൊണ്ടും നമ്മുടെ അത്യാഗ്രഹം കൊണ്ടും നമ്മുടെ തെറ്റായ തെരഞ്ഞെടുപ്പ് കൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ റൂട്ടുകൾ ശരിയല്ലാത്തത് കൊണ്ടുമാണ് പലതും നമ്മുടെ ലൈഫിൽ വന്ന് വീഴുന്നത്. ഇന്ന് പകൽ അത് ദോഷം ചെയ്യുന്നവനല്ല ദൈവം. ദോഷം ചെയ്യുന്നവനാണെങ്കിൽ യേശു കർത്താവ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഇവിടെ അയക്കേണ്ട കാര്യമില്ല. നമ്മൾ നശിക്കുന്നതാണ് ദൈവത്തിന് സന്തോഷമെങ്കിൽ തൻ്റെ പുത്രനെ ഇവിടെ അയക്കേണ്ട കാര്യമില്ല. നീ നശിക്കാതെ രക്ഷ പ്രാപിക്കുന്നതാണ് യേശു പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ അനുവദിച്ചതെങ്കിൽ, അതൊരു യാഗമാക്കിയതെങ്കിൽ നീ അതിനെ ചാടി പിടിച്ചോളണം. നീ അതിനെയാണ് പിടിക്കേണ്ടത്. വാദിക്കാൻ പിശാച് വരും. മോശ മരിച്ചപ്പോൾ പിശാച് വന്ന് പറഞ്ഞു, ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല, ഇവൻ കൊലപാതകിയാണ്, ഒരുത്തനെ അടിച്ചു കൊന്നവനാണ്. പലതരത്തിലുള്ള അപവാദങ്ങൾ പിശാച് പറഞ്ഞപ്പോൾ മിഖായേൽ എന്ന് പറയുന്ന ദൂതൻ പറയുകയാണ്, നിന്നെ ദൈവം ഫൽസിക്കട്ടെ. ഹല്ലേലൂയ. പിശാച് എത്ര പറഞ്ഞിട്ടും മോശ ഉയർത്തെഴുന്നേറ്റു. പിശാച് തർക്കിച്ചിട്ടും ഏലിയാവ് എഴുന്നേറ്റു. തൻ്റെ ഉടലോടെ സ്വർഗത്തിൽ പോയി. ഇന്ന് പകൽ നീ ഇവിടെ ഇരുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ രക്ഷിതായി സ്വീകരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഒരു നാളിൽ പിശാച് വന്ന് പറയും, ഇവനെ സ്വർഗത്തിൽ കയറ്റരുത്. അപ്പോൾ ഈ നിനക്ക് വേണ്ടി, മോശയ്ക്ക് വേണ്ടി സംസാരിച്ച അതേ ദൂതൻ ഇറങ്ങി വരും. നീ ഒറ്റയ്ക്കല്ല പോകുന്ന, ആയിരക്കണക്കിന് ദൂതന്മാരുടെ അകമ്പടിയിലാണ് നീ നിത്യതയിലെത്തുന്നത്. നീ ഒറ്റയ്ക്കല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ മരിച്ച് അവൻ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നത് ഒറ്റയ്ക്കല്ല. നിന്നെ കൊണ്ടുപോകാൻ വരുന്നത് പൈശാചിക ലോകമല്ല, വരുന്നത് ദൂതന്മാരാണ്. ഏഞ്ചൽസ് ഇറങ്ങി വരും, സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വരും. നിന്നെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ടതിന് ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വാദിക്കാൻ വേണ്ടി ആൾക്കാർ വരട്ടെ, നാട്ടുകാർ വരട്ടെ, കൂട്ടുകാർ വരട്ടെ, പിശാചും കൂടെ വന്ന് നിൽക്കട്ടെ. യോബിന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ നടുവിൽ തൻ്റെ ഭാര്യയും കൂട്ടുകാരും അടക്കമുള്ളവർ ചെന്ന് പെട്ടെന്ന് ചാവാൻ പറഞ്ഞു. എന്തിനാ ഇതെല്ലാം ദൈവം തന്ന ദോഷങ്ങളാണെന്ന് പറഞ്ഞു. നിന്റെ പ്രവൃത്തി ശരിയായിരുന്നോ ദൈവം നിന്നെ ശിക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ ഉള്ളതിൻ്റെ മരിക്കാനിരിക്കുന്നവനെ, തകർന്നിരിക്കുന്നവനെ വീണ്ടും എന്ത് ചെയ്തു? ആരെങ്കിലും നമ്മളെ ഒരു രോഗമായിട്ട് കടന്നു കഴിഞ്ഞാൽ കാണാൻ വരുന്നവൻ, ആശ്വസിപ്പിക്കാൻ വരുന്നവൻ പറയും, ഇതേ രോഗം വന്ന് അടുത്ത വീട്ടിൽ വരുന്ന തട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ള വിശ്വാസവും ധൈര്യം കൂടെ പോവേ. അയ്യോ, ഇതുപോലെ ചെറിയ നെഞ്ചിന് ഇടത് ഭാഗത്ത് ചെറിയൊരു കഴപ്പുണ്ടോ, വേദനയുണ്ടോ? പക്ഷേ അടുത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വന്നതാ, ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരം തട്ടിപ്പോയി. നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരത്തില്ല. മറ്റേത് ആദ്യം പറഞ്ഞത് മതി, അവൻ തട്ടിപ്പോകാനുള്ള സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ കാണാൻ വരുന്നവൻ്റെ വാക്കും നമ്മളെ കൊല്ലുന്നതാണ്. പക്ഷേ ജീവിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ദോഷം ചെയ്യുന്നവനല്ല, ഞാൻ നിനക്ക് ദോഷം പറയുന്നവനോ ചെയ്യുന്നവനോ അല്ല. എൻ്റെ ദൈവം വന്നത് തിരിച്ചു പിടിച്ചു തരാനാ. നിനക്ക് നഷ്ടപ്പെട്ടതിനെ എല്ലാം തിരിച്ചു പിടിക്കാൻ എൻ്റെ ദൈവം നിനക്ക് അഭിഷേകവും അധികാരവും തന്നിട്ടുണ്ട്. നീ എഴുന്നേറ്റാ മതി. നാവ്, ആ ജീവനും മരണവും നിന്റെ വായില, നാവില. നീ എഴുന്നേറ്റ് പറഞ്ഞാൽ അത് സംഭവിക്കപ്പെടാം. കർത്താവ് പറയും, എന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഈ ഭൂമിയിൽ അടിക്കുന്ന സ്വർഗത്തിൽ അടിയപ്പെടും, അവൻ ഈ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ആരുടെ പാപം മോചിപ്പിക്കുന്നു അവർക്ക് പാപം മോചനം കിട്ടിപ്പോയി. പാപം മോചിപ്പിക്കാനുള്ള അധികാരം വരെ നമുക്ക് തന്നു. നീ ഒരുത്തിനെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് തന്നു. രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരം നമുക്ക് തന്നു. നീ കാലിന് പൊട്ടുന്ന ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദേശങ്ങളെ വിടുവിക്കാനുള്ള അഭിഷേകം നമുക്ക് തന്നു. അത് അബ്രഹാം പട്ടണങ്ങളെ പിടിച്ചെടുത്തു, രാജ്യങ്ങളെ പിടിച്ചെടുത്തു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി. ദൈവത്തിന്റെ വചനം നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്, അഭിഷിക്തന്മാരെ കുറിച്ച് പറയുന്നത് അവർ ഏതെങ്കിലും മുറുക്കാങ്കട കൈ കീഴടക്കി എന്നല്ല. മോശ ചെന്ന് മുറുക്കാങ്കട കീഴടക്കി എന്നല്ല പറയുന്നത്, അല്ലേ? മോശ ചെന്നോ ഒരു എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്തില്ല. അവരെ കുറിച്ച് വചനം പറയുന്നത് 11-ാം അധ്യായം എബ്രായർക്കെഴുതിലും പറയുന്ന അവർ തീയുടെ ബലം കെടുത്തി. ഹല്ലേലൂയ. അവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. അവർ അവരുടെ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചു. അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി. നിന്നെ കുറിച്ചത് പറയണ്ടേ? ബിനു ബ്രദറെ പറയണ്ടേ? എന്താ പറയേണ്ടത്? സജി ബ്രദറെ എന്താ പറയേണ്ടത്? വിശ്വാസത്താൽ ഓട്ടം ഓടിച്ചു എന്നാണ്.
വിശ്വാസത്താൽ ഓട്ടോറിക്ഷ ഓടിച്ച് പോയപ്പോൾ നിന്നു, പെട്രോൾ തീർന്നു. സജി ബ്രദർ വിശ്വാസ പച്ചവെള്ളം പ്രാർത്ഥിച്ചൊഴിച്ച് ഓടിച്ചു. അത് കൊള്ളാം. ഹല്ലേലൂയ. പി വി ആശാരി പണ്ട് മിഷണറി പ്രവർത്തനം പോയപ്പോൾ പെട്രോൾ തീർന്നു, വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു. നിർത്തി. ആറ്റിലുള്ള വെള്ളം കോരി ഒഴിയടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വെള്ളം കോരി ഒഴിച്ചു വിശ്വാസികൾ, കൂടെയുള്ളവര്. അവർക്കറിയാം പി വി ആശാരി പറഞ്ഞതാണെന്ന്. ആ അഭിഷിക്തം പറഞ്ഞു ഒഴിയടാ വെള്ളം എന്ന് പറഞ്ഞു. ഒഴിച്ചു. ആ കർത്താവ് ആ കല്യാണ വീട്ടില് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ പി വി ആശാരി പറഞ്ഞു എടുത്ത് ഒഴിയടാ വെള്ളം. എടുത്തങ്ങ് ഒഴിച്ചു കൊടുത്ത് പെട്രോൾ ടാങ്കിനകത്ത് ഓടിക്കടാന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും അങ്ങനെ അത്ഭുതം ചെയ്യുന്ന അഭിഷിക്തന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നീ എഴുന്നേക്കണം. നീ എഴുന്നേറ്റിട്ട് പറയണം, പ്രൈസ് ദി ലോർഡ്, ഞാൻ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ പോകുന്നു. ഞാൻ തീയുടെ ബലം കെടുത്താൻ പോകുന്നു. വിശ്വാസത്താൽ സാറ വാഗ്ദത്തം പ്രാപിച്ചു, തലമുറകളെ പ്രാപിച്ചു, വാഗ്ദത്ത സന്തതിയെ പ്രാപിച്ചു. അവർ കനാൻ ദേശം അവകാശമായി. അവർ പട്ടണങ്ങളെ പിടിച്ചെടുത്തു. മതിലിനെ അവർ വിശ്വാസത്താൽ സ്തുതിച്ചു, സ്തോത്രം ചെയ്ത് തകർത്തു. ഇന്ന് മതിലുകളെ ഇടിക്കണം. നിന്റെ മുമ്പിലുള്ള മതിലുകളെ നീ ഇടിക്കണം. വിശ്വാസത്താൽ മതിൽ തകരണം. വിശ്വാസത്താൽ രോഗികളെ സൗഖ്യമാക്കി. വിശ്വാസത്താൽ ഭൂതങ്ങളെ പുറത്താക്കി. വിശ്വാസത്താൽ പട്ടണങ്ങളെ പിടിച്ചെടുത്തു. വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി. വിശ്വാസത്താൽ വിശുദ്ധന്മാർ, വിശ്വാസത്താൽ രാജ്യങ്ങളെ, വിശ്വാസത്താൽ പട്ടണങ്ങളെ, വിശ്വാസത്താൽ അവർ ഗവൺമെന്റുകളെ, അവർ വിശ്വാസത്താൽ രാജാക്കന്മാരെ മുട്ടുമടക്കി പിടിച്ചു. അവർ നിത്യ കൂടാരങ്ങളെ പ്രാപിച്ചത് വിശ്വാസത്താൽ. ഇന്ന് പകൽ അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ ഒരു രാജ്യമായി മാറാൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ മരിച്ചവരെ എഴുന്നേൽപ്പിക്കും, ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. മരണകരമായ കാര്യങ്ങൾ കുടിച്ചാൽ അവർ ഹാനി വരികയില്ല. വിശ്വാസം, വിശ്വാസം, വിശ്വാസം. വിശ്വാസത്താൽ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, വീര്യ പ്രവർത്തികളെ ചെയ്യാം. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അതിനാണ് പറയുന്നത് വിശ്വസിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി സകലത നിവർത്തീകരിച്ച് തന്ന അധികാരം തന്ന പാപത്തെ മോചിപ്പിക്കാൻ. നീ ആരുടെ പാപം മോചിപ്പിക്കുന്നുവോ അവരുടെ പാപം നിന്ന് പോയി. ഹല്ലേലൂയ, സ്തോത്രം. പാപങ്ങളെ വരെ മോചിപ്പിക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ. ഇനി നീ പാപം ചെയ്യരുത്. നമ്മുടെ അടുക്കൽ വരുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇനി നീ പാപം ചെയ്യരുത്. നിന്റെ പാപങ്ങളെല്ലാം കർത്താവ് യേശു ക്രിസ്തു ക്ഷമിച്ചിരിക്കുന്നു, ഹിമം പോലെ വെളുപ്പിച്ചിരിക്കുന്നു. രക്താംബരം പോലെ ചുവന്ന നിന്റെ പാപങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ അത് ഹിമം പോലെ വെളുത്തിരിക്കുകയാണ്. അത് വചനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു അഭിഷിക്തം പറയുമ്പോഴേ നിന്റെ പാപങ്ങൾ മോചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് മേലൊരു അധികാരം നിനക്കുണ്ട്. കർത്താവ് എന്താ ഉറങ്ങിക്കിടന്ന യായിറോസിന്റെ മകളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, മരിച്ചു കിടക്കുന്നവളെ നോക്കി പറയുകയാണ്, ഇവൾ മരിച്ചിട്ടില്ല, ഇവൾ ഉറങ്ങുകയാണ്. ബാല ഉറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സാഹചര്യങ്ങളെ മാറ്റി പറയുന്ന കർത്താവ്. നെഗറ്റീവായ സിറ്റുവേഷനുകളുടെ നടുവിലും കർത്താവ് പറയുന്നത് അവിടെ സംഭവിക്കുക. കർത്താവ് മരിച്ചു കിടക്കുന്ന ആളിൻ്റെ അടുത്തുനിന്ന് യേശു പറഞ്ഞു ഇവൾ ഉറങ്ങുകയാണ്. നമ്മൾ പറയും പെട്ടെന്ന് എടുത്ത് കുടിച്ച് താക്ക കഞ്ഞിയും പയറും കുടിച്ചിട്ട് പോവാം. നമ്മളാണെങ്കിൽ ചെന്നൊരു വീട്ടിൽ ചെന്ന് പറയും പെട്ടെന്ന് ചത്തു, ഇനി എന്തിനു വെച്ചുകൊണ്ടിരിക്കണ്ട. നേരത്തിനോട് നേരം ആകുന്നതിന് മുമ്പ്, വീർത്ത് പൊട്ടുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്ത് കുഴിച്ചാക്കാൻ പറയും. അതാണ് മനുഷ്യൻ. പക്ഷെ ദൈവം പറയുന്നത് ബാല ഉറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നിങ്ങൾ മാറണം.
നിന്റെ ജീവിതത്തിൻ്റെ നടുവിൽ നിന്നെ അയക്കുന്ന ഇടങ്ങളിൽ നീ ചെന്ന് പറയണം, ഇവിടെ മരിച്ചിട്ടില്ല, നശിച്ചു പോകത്തില്ല, ഇവൻ മരിക്കാനുള്ളത് രോഗമല്ല ഇത്. ഈ രോഗം നിന്നെ മരിക്കാനല്ല, കൊല്ലാനല്ല. ഈ വ്യാധി നിന്റെ ജീവിതത്തിൽ വന്നത് നിന്നെ തകർക്കാനല്ല. ഈ പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നത് നീ നശിച്ചു പോകാനല്ല. ഇന്നത്തെ നിന്റെ പ്രതികൂലവും വിഷയങ്ങളും കണ്ണുനീരും എന്താണെങ്കിലും അത് നിന്നെ തകർക്കാനല്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എൻ്റെ ദൈവം. കർത്താവ് പറയുന്നു, നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നീ അടയാളമായി മാറാൻ പോകുന്നു. നീ ഉയർച്ച പ്രാപിക്കാൻ പോകുന്നു. നീ പുറത്ത് വരാൻ പോകുന്നു. നീ ആയിരങ്ങൾക്കൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി ഇന്ന് പകൽക്കാലം മാറാൻ പോവുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, എന്റെ സ്ഥലം ഉയരും, ഞാൻ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്താലാണ് എല്ലാം നേടുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും നിൽക്കുന്നവനെ നിലനിൽക്കത്തുള്ളൂ. ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം നീ പിടിച്ചടക്കും ചിലതിനെ. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം ആഴത്തിൽ നിന്റെ അകത്ത് വന്നാൽ, പത്മോസിനകത്ത് കൊണ്ടിട്ടാലും നീ ചിരിച്ചുകൊണ്ട് കിടക്കും. കാരാഗ്രഹത്തിനകത്ത് ചെന്നാലും നീ ചിരിച്ചുകൊണ്ട് കിടക്കും. കൊലക്കയറിൻ്റെ മുമ്പിൽ നിന്നാലും നീ ചിരിച്ചുകൊണ്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്റെ ഉള്ളിലോട്ട് പതിഞ്ഞു കഴിഞ്ഞാൽ കാരാഗ്രഹത്തിനകത്ത് നീ സമാധാനത്തെ കിടന്ന് ഉറങ്ങും. ഒരു മനുഷ്യനോ സാഹചര്യങ്ങൾക്കോ നിന്നെ ഒരിക്കലും ഭയപ്പെടുത്താൻ പറ്റത്തില്ല. ആർക്കും നിന്നെ പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല. നിന്നെ അമർത്തി വെക്കാൻ പറ്റാതെ വണ്ണമുള്ള ക്രിസ്തുവിന്റെ സ്നേഹം അത് നിന്റെ അകത്ത് വ്യാപരിച്ചാൽ, ആ സ്നേഹം നിമിത്തം നീ പുറത്തു വരും. മരണത്തെ ജയിക്കുന്നവൻ. ദീർഘായുസ് വേണമെന്നുള്ള എത്ര പേരുണ്ട്? ദീർഘായുസോടെ ഇരിക്കണമെന്നുള്ള എത്ര പേരുണ്ട്? ഒറ്റ വഴിയേ ഉള്ളൂ. യോഹന്നാൻ മാത്രമേ ദീർഘായുസോട് കൂടി പുതിയ നിയമത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. യോഹന്നാൻ പുതിയ നിയമത്തിനകത്ത് ദീർഘായുസോടെ ഇരുന്ന ഒരൊറ്റ അപ്പോസ്തലനാണ് യോഹന്നാൻ. യോഹന്നാന്റെ ദീർഘായുസിന്റെ രഹസ്യം വേറൊന്നുമല്ല, ഐ ലവ് യു ജീസസ്. കർത്താവ് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആഴത്തിലുള്ള സ്നേഹം, ഹൃദയത്തിനകത്തു നിന്നുള്ള സ്നേഹം, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെട്ട യോഹന്നാനെ പോലെ നീയും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ശോഭിക്കുന്നവനായിട്ടല്ല, ദേഷ്യപ്പെടുന്നവനായിട്ടല്ല, പകയുള്ളവനായിട്ടല്ല, പ്രതികാരമുള്ളവനായിട്ടല്ല, വൈരാഗ്യമുള്ളവനായിട്ടല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ദൈവ സ്നേഹം നിന്നിൽ ഫലത്തെ കൊണ്ടുവരും. ദൈവത്തിനോടുള്ള ആഴമേറിയ സ്നേഹം 9 ഫലങ്ങളിൽ നിന്ന് പുറപ്പെടും. 9 ഫലം. ദീർഘമായ ക്ഷമിക്കാനുള്ള ഫലം, പരോപകാരം ചെയ്യാൻ. സ്നേഹമുള്ളവന് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവസ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റും. ഓഫറിങ് 2 രൂപ 30 പൈസ, അതാ 3 രൂപ ഇതൊക്കെ ഇടുന്നത്. സ്നേഹമില്ല, കയ്യടിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 കയ്യടിയും അടിച്ച് ഞങ്ങൾക്ക് പോവുക. നോ ലവ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവൻ കൊടുക്കും. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം, ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം ഗിവിങ്. എന്താണ്? അടുത്തിനി പറഞ്ഞു, സ്നേഹിച്ചാലേ കൊടുക്കാൻ പറ്റൂ, സ്നേഹം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആഴത്തിലുള്ള സ്നേഹം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നല്ല ഒരു സമയമോ ഏതെങ്കിലും ഒരു സാഹചര്യം, ആ വ്യക്തിയുടെ ജീവിതത്തിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കും. ആ വ്യക്തിയോട് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹമുണ്ടോ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആ വ്യക്തി ആശുപത്രി കിടക്കുമ്പോൾ, ആ വ്യക്തിയുടെ വിവാഹം നടക്കുമ്പോൾ, ആ വ്യക്തി ഡെലിവറി ആയി കിടക്കുമ്പോൾ, ആ വ്യക്തി ഒരു വീട് പണിയുമ്പോൾ, ആ വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ആ സ്നേഹം ആ വ്യക്തിയോടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മേഖല, ഏത് കഷ്ടപ്പെട്ടായാലും ആ സ്നേഹത്തെ നിങ്ങൾ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യേശു പിതാവായ ദൈവത്തിന് നിങ്ങളോടുള്ള ആഴത്തിലുള്ള സ്നേഹം അത് അങ്ങോട്ട് എന്ത് ചെയ്യുക, അത് ആ സ്നേഹം നിമിത്തം അത് എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണം. ആ സ്നേഹം, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പിതാവിന് പ്രകടിപ്പിക്കണം. അതിനു വേണ്ടി വേറെ പല വഴിക്ക് നോക്കി. പ്രവാചകന്മാരെ അയച്ചു നോക്കി, ന്യായാധിപന്മാരെ അയച്ചു നോക്കി, രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു, ജനം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ടും ഈ ജനത്തിന് സ്നേഹം മനസ്സിലാകുന്നില്ല പിതാവിൻ്റെ. അവസാനം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പുത്രനെ അങ്ങ് അയക്കാം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക, സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം ലോക സൃഷ്ടിക്ക് വീണുപോയ മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി ദൈവം ആരെയൊക്കെ അയച്ചു? പുരോഹിതന്മാരെ എഴുന്നേൽപ്പിച്ചു, അല്ലേ? ആദ്യം ആരെ എഴുന്നേൽപ്പിച്ചു? അബ്രഹാമിനെ പോലുള്ളവരെ എഴുന്നേൽപ്പിച്ചു, നോഹയെ പോലുള്ളവരെ എഴുന്നേൽപ്പിച്ചു, സുവിശേഷം പറയിപ്പിച്ചു, പ്രസംഗിപ്പിച്ചു, അവരെ ലൈഫിലൂടെ ചിലത് കാണിച്ചു. ആര് മനസ്സാണ്? പിന്നെ പുരോഹിതന്മാരെ എഴുന്നേൽപ്പിച്ചു, പിന്നെ എന്ത് ചെയ്യും? ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, പിന്നെ രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു, എല്ലാവരും എഴുന്നേൽപ്പിച്ചു. ആരും മൈൻഡ് ചെയ്തില്ല. ഇഷ്ടംപോലെ മേജറും മൈനറുമായിട്ടുള്ള പ്രവാചകന്മാരെല്ലാം വന്നു, ആരും മൈൻഡ് ചെയ്തില്ല. അവസാനം പിതാവ് പറഞ്ഞു, എൻ്റെ സ്നേഹം പ്രകടമാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. അപ്പോൾ സ്നേഹം നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ ആരും പറയാതെ തന്നെ നീ കൊടുക്കാൻ തുടങ്ങും. നീ ദൈവരാജ്യത്തിന് വാരിക്കോരി കൊടുക്കും, ദൈവത്തിൻ്റെ ജനത്തിന് വാരിക്കോരി കൊടുക്കും. കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്ന ദൈവസ്നേഹം ഇല്ലാത്തതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് പിടിച്ചു വയ്ക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്ത് ദൈവസ്നേഹം വന്നാൽ എല്ലാം കൊടുക്കും. അതാ കർത്താവ് കാണിച്ചു. ഞാൻ അവസാന തുള്ളി രക്തം, അവസാനം കുത്തി നോക്കിയപ്പോൾ രക്തമില്ല, വെള്ളമാണ് വന്നത്. കർത്താവിന് ഏറ്റവും അവസാനം ഇനി ബാക്കി വല്ല രക്തം വല്ല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു കുത്തങ്ങ് കുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പള്ളയിൽ നിന്നും എന്താ വന്നത്? വെള്ളം. അത്രയ്ക്ക് അവസാന തുള്ളി രക്തം വരെ കൊടുത്തു. ഒരു കണ്ണ് അടിച്ച് ആ മുൾമുടി എടുത്ത് തലയിൽ വെച്ചപ്പോൾ ആ മുള്ള് കയറി അകത്ത് കയറിയിട്ട് കൃഷ്ണമണി തൂങ്ങിക്കിടന്നെന്ന ചരിത്രകാരന്മാർ പറയുന്നു. ഉഴവുചാല് പോലെ ആ ക്രിസ്തുവിന്റെ ശരീരം നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ രൂപമാണോ എന്ന് പോലും അറിയാതെ വണ്ണം ആ ശരീരം വികൃതമാക്കപ്പെട്ടത്. അതെല്ലാം നിന്റെ കൂടെയുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. ആ സ്നേഹത്തെ കർത്താവ് പ്രദർശിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ നിന്നോടും ദൈവം പറയുന്നത്, നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ തിരിച്ചതുപോലെ പ്രകടിപ്പിക്കുക, പ്രദർശിപ്പിക്കുക. ഹല്ലേലൂയ. സ്നേഹമുണ്ടോ? യേശുവിനോട് തിരിച്ചതുപോലെ ഒരു സ്നേഹം നിന്റെ ലൈഫിലുണ്ടോ? നീ ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രദർശിപ്പിക്കാൻ പറ്റുമോ? സ്നേഹത്തെ പ്രദർശിപ്പിക്കാനുള്ളതാണ്. സ്നേഹം അകത്ത് വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല. സ്നേഹം അകത്ത് ഉണ്ടെങ്കിൽ ഓവർഫ്ലോയാണ്. അത് നിറഞ്ഞ റിയൽ ലവ് എപ്പോഴും സ്നേഹം, പ്രണയം അതെല്ലാം പുറത്തു വരും. കർത്താവ് അത് ചെയ്തു, ദൈവം അത് കാണിച്ചു. ഇനി നമ്മളോട് ചലഞ്ച് ചെയ്യുക, നിനക്ക് സ്നേഹമുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയോട് ദൈവം വെല്ലുവിളിക്കുക, നിന്റെ സ്നേഹം ഒന്ന് കാണിച്ചതാ. പ്രൈസ്. വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ നിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ എന്നെ ഒന്ന് കാണിച്ചതാ. നിന്റെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്. നിന്റെ ലൈഫിലൊരു വിശ്വാസം എന്ന് പറഞ്ഞ് ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പോകുന്നവനല്ല ക്രിസ്തുവിന്റെ വിശ്വാസമുള്ളവൻ, സ്നേഹമുള്ളവൻ. നീ അതൊന്ന് പ്രദർശിപ്പിക്ക. നീ മരിക്കാൻ തയ്യാറാണോ? നീ സകലതും വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണോ? നീ ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? നീ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? ഈ കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, എന്തിനേയും ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ? കർത്താവിന് രാത്രി നിന്നോട് പറഞ്ഞ നിന്റെ വീട് സ്ഥലവും വിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നീ തയ്യാറാണോ? നിനക്ക് 2 ലക്ഷം രൂപയുടെ ജോലി, കർത്താവ് റൂമിൽ അകത്തിറങ്ങി നാളെ നിന്റെ ജോലി രാജിവെച്ചിട്ട് മോനെ എൻ്റെ വിലയ്ക്ക് ഇറങ്ങാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നിനക്ക് ഗവൺമെന്റ് ജോലി കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ജോലി എനിക്ക് വേണ്ട എന്ന് പറയാൻ നീ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഉള്ളിൽ ദൈവസ്നേഹമില്ലായിരുന്നു, ഇതെല്ലാം പ്രകടമായിരുന്നു, ഇതെല്ലാം വെറുതെ ആയിരുന്നു. ഹല്ലേലൂയ. നിന്റെ അകത്ത് ദൈവസ്നേഹം ഇന്ന് പകലുണ്ടെങ്കിൽ ഒരിക്കലും നീ മരിക്കത്തില്ല. നിനക്ക് ദീർഘായുസോടെ ഇരിക്കാൻ പറ്റും. അകത്ത് ദൈവസ്നേഹം ഉള്ളവനെ ദൈവം ദീർഘായുസ് കൊടുക്കാൻ പോവുകയാണ്. ആ ദൈവസ്നേഹം ഉള്ളവന്റെ കരങ്ങളിൽ ദൈവം വെളിപ്പാടുകളെ കൊടുക്കാനിടയാകും. ആർക്കും ലഭിക്കാത്ത വെളിപ്പാടുകൾ നിനക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ ആ യേശുവിനോട് സ്നേഹം വർദ്ധിക്കുമ്പോൾ നിന്റെ നിലവിലും ചിന്തയിലും ഉറക്കത്തിലും നടക്കയിലും നീ കർത്താവിനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭർത്താവായ ക്രിസ്തുവിനെ, നിന്റെ പ്രാണനാഥിനെ, നിന്റെ യേശുവിനെ ഊണിലും ഉറക്കത്തിലും അവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവന്റെ കരങ്ങളിൽ ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ് സീക്രട്ടായ റെവലേഷൻ. ആർക്കും കൊടുക്കാത്ത വെളിപ്പാടുകൾ ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ച്
നീ ജീവിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാ യോഹന്നാന് മാത്രം വേറെ ഒറ്റ അപ്പോസ്തലന്മാർക്ക് കിട്ടാത്ത വെളിപ്പാട്. യോഹന്നാൻ അപ്പോസ്തലന്മാരെ എല്ലാവരെയും തലകീഴായി കൊന്നു. പത്രോസിനെ തലകീഴായി കൊന്നു, പൗലോസിനെ രക്തസാക്ഷി. പക്ഷേ പിന്നെ യോഹന്നാൻ എടുത്ത് തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. ഇട്ട എണ്ണ ഭയങ്കരമായി തിളച്ചുകൊണ്ടിരുന്ന എണ്ണയാണ്. പക്ഷേ യോഹന്നാൻ ക്രിസ്തുവിനെ സ്നേഹിച്ച് 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 ക്രിസ്തുവും യോഹന്നാനും തമ്മിൽ ഒരു ശരീരമായി മാറി. ഒരു മനസ്സും ഒരു ചില ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നതായിട്ടില്ലേ, അവർ ഒരു മനസ്സും ഒരു ശരീരവുമാണ്. അതുപോലെ അവരുടെ നടപ്പ്. പത്രത്തിലൊക്കെ ഇടയ്ക്കൊക്കെ 1-2 കേസ് വന്നു. ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഭാര്യ മരിച്ചു. ഒരു ചെറുപ്പക്കാരി കഴിഞ്ഞ ദിവസം ഭർത്താവ് മരിച്ചു, അടക്കി, ഭാര്യ മരിച്ചു. ചെറുപ്പക്കാര്, ഒരു ശരീരം, ഒരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്. പണ്ട് സതി എന്ന് പറയുന്ന ആചാരം ഉണ്ടായിരുന്നു. എന്താണ്? ഭർത്താവ് മരിക്കുമ്പോൾ എടുത്ത് തീയിലിടും. അത് സ്നേഹം കൊണ്ടല്ല. ഞാൻ തീയിലോട്ട് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ് ചാടിയ ഒരു ചരിത്രവും ഉണ്ടായിട്ടില്ല. ഓടിച്ചിട്ട് പിടിച്ചെടുത്തെറിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇതൊന്നും എറിയാതെ, പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു ഇത് പറയും, ഒരു ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹം, ഒരുമിച്ച് ജീവിക്കുകയാണ്, ഭയങ്കര ലവ്. ചേട്ടാ 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 എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ, വേറെ പലതും വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുള്ളി മരിക്കാൻ സമയമായി. അവളോട് ചോദിച്ചു, ഞാൻ മരിക്കുന്നു, പിന്നെ മോൾ ആരെങ്കിലും വിവാഹം കഴിക്കുമോ? നീ ആരെയും വിവാഹം കഴിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, എൻ്റെ ഓർമ്മയിൽ നീ ജീവിക്കണം. അല്ല, നിനക്ക് കല്യാണം കഴിച്ചേ തീരുമെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ച് എൻ്റെ അടക്ക ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് കല്ലറൊക്കെ ഉണങ്ങിയതിന് ശേഷമേ നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞു. മരണമെല്ലാം കഴിഞ്ഞു, അടക്ക ശുശ്രൂഷയും കഴിഞ്ഞ്, അച്ഛന്മാരെല്ലാം വന്ന് അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് എല്ലാവരും പോയി നോക്കിയപ്പോൾ ഭാര്യ വീശറി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നു തൻ്റെ ശവക്കല്ലറയിൽ. ഇത്രയും സ്നേഹമുള്ളൊരു ഭാര്യ ലോകത്തെ ആരെങ്കിലും കാണാൻ അത്രയും ഭയങ്കര. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ ഇത്രയും നിനക്ക് അദ്ദേഹം മരിച്ചു, ഇനി വീശണ്ട, അദ്ദേഹത്തിന് ചൂടില്ല, തണുപ്പില്ല, ഒന്നുമില്ല, അദ്ദേഹം പോയി. അവർ പറയുകയാണ്, അത് വീശുന്നത് വേറെ ഒന്നുമില്ല, എത്രയും കല്ലറ ഉണങ്ങിയാൽ വേറെ കെട്ടാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഈ ലോകത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ അകത്ത് ദൈവസ്നേഹം വന്നപ്പോൾ ക്രിസ്തുവുമായിട്ട് ഒരുമിച്ചായി. മരണം എന്ന് പറയുന്ന സംഭവം ഒന്ന് സ്പർശിക്കുക പോലുമില്ല, തീ ഒന്ന് സ്പർശിക്കത്തില്ല. അത് വിശ്വാസം കൊണ്ട് തീയുടെ ബലത്തെ കെടുത്തുക, മരണത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് അനിൽ ബ്രദറിനെ പോലെയുള്ളവർ. ആ ക്യാൻസർ വന്നിട്ട് സൗഖ്യം പ്രാപിച്ച മാതാവ്, അനവധി ആൾക്കാരുണ്ട്. വിഷം കടിച്ച് പാമ്പ് കൊത്തിയിട്ടും ആത്മനിറവിൽ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായവരുണ്ട്. ഒരു ഉപദേശിയുണ്ട്, അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ പാമ്പിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ഉറങ്ങാം, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് വളരെ ക്ഷീണത്തിലാണ്, നീ അവിടെ ഇരിക്കുക, രാവിലെ അടിച്ചുമില്ല എന്ന് പറഞ്ഞു. ആ പാമ്പ് അവിടെ ഇരുന്നു. പുള്ളി നന്നായിട്ട് കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഇനി വരാൻ പറഞ്ഞു, വന്നു, അടിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു ആദിവാസിയായിട്ടുള്ള ഒരു മാതാവ് ഉണ്ടായിരുന്നു. അവർ കാട്ടിനകത്ത് മുളയെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ആന ഫ്രണ്ടിരിക്കുന്നു. ആത്മശക്തിയിൽ ആരാധിക്കുന്ന പ്രാർത്ഥന വീരയായ പെന്തക്കോസിനകത്ത് തീ പോലെ നിൽക്കുന്ന അമ്മച്ചി മുളയെടുക്കാൻ വേണ്ടി അകത്തോട്ട് വന്ന ആന ഓടി വരുന്ന കാട്ടാന. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രാർത്ഥന അവിടെ നിൽക്കാൻ പറഞ്ഞു. 3 ഹല്ലേലൂയ. ആ 3 ഹല്ലേലൂയ കേട്ടത് ആന തിരിഞ്ഞ് ഓടി എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതുപോലെയുള്ള വിശ്വാസികളില്ല. നെടുമങ്ങാട് ചർച്ചില് നമ്മുടെ ട്രെയിനിങ്ങിന് അകത്തുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവള് നയന എന്ന് പറയും. ആ പെൺകുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്, റഷ്യയിൽ. അവള് നമ്മളെ പവർ കോൺഫറൻസൊക്കെ പങ്കെടുത്ത് അവള് ഇവിടെ ആയിരുന്നപ്പോൾ ഒറ്റ ആരാധന ഇവിടത്തില്ല, രാത്രിയും പകലും ഇല്ലാതെ അവർ വന്ന് ആത്മനിറവിൽ ആരാധിക്കുന്ന പെൺകുട്ടിയാണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെയ്ത്ത്. അവൾ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി മൊബൈലിൽ സംസാരിച്ചു വിടുന്നപ്പോൾ ഒരു സർപ്പശക്തി ഇതാ നിൽക്കുന്നു, അതിങ്ങനെ പണം എടുത്ത് നിൽക്കുകയാണ്. അവൾ വളരെ കൂളായിട്ട് അവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞു. അന്യഭാഷ പറഞ്ഞപ്പോൾ ആ നിന്ന സർപ്പം അവിടെ നിന്ന് ചത്ത്, അതുപോലെ നിന്ന് ചത്ത് അതിൻ്റെ വായി കൂടെ ബ്ലഡ് വന്നു അവിടെ വീണു. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. വിശ്വസിച്ച് നീ പ്രാപിച്ചെടുക്കണം. നിനക്ക് തലമുറയില്ലേ, നീ വിശ്വസിച്ച് പ്രാപിച്ചെടുക്കണം. അത് നിന്റെ അവകാശമാണ്. സന്താന പുഷ്ടിയുള്ളവരായി ഭൂമി അടക്കി വാഴുമെന്ന് വചനം പറയുന്നു. നിനക്ക് രോഗമുണ്ടോ, നീ വിശ്വസിച്ച് സൗഖ്യത്തെ പ്രാപിച്ചെടുക്കണം. എന്താണ് നിന്റെ പ്രശ്നം? എല്ലാം തിരിച്ചു പിടിക്കണം. നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ
ആ സഹോദരി ഉണ്ടല്ലോ, വീണ സഹോദരി, എഴുന്നേറ്റ്. ഈ സഹോദരി വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുന്ന സഹോദരി. 3-4 വർഷങ്ങളായല്ലേ ഒരു പ്രശ്നം. എത്ര വർഷമാകും? 7 വർഷമായി വീട്ടുകാരും നാട്ടുകാരും സകലരും ഞാനടക്കം ഭാഷന്മാരടക്കം പലരും പറഞ്ഞു വിട്ടുകളാ, പുറകെ പോണ്ട. പക്ഷേ അവർ പറഞ്ഞു ഇതുവരെയും വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് അവർ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, വിട്ടു തരത്തില്ല, എനിക്ക് തിരിച്ചു പിടിക്കണം. അവസാനം പ്രാർത്ഥിച്ച് 7ാമത്തെ വർഷം ഇതായി അവർ തിരിച്ചു പിടിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരു കേസ് 100% തോറ്റുപോകുമെന്ന് പറഞ്ഞ കേസ് വിശ്വാസത്താൽ അവർ പ്രാപിച്ചു, തിരിച്ചു പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉള്ളവരുണ്ട്, ഇന്നുമുണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല. എല്ലാവരും ഇതെൻ്റെ വിധിയാണ്, ഇത് ഞാൻ അനുഭവിച്ചോളാം കൊണ്ട് നടക്കുന്നവരുടെ രോഗം. ഇതെൻ്റെ വിധിയാണ്, കൊണ്ടു നടക്കാം, ഇതിഞ്ഞ് പോരട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൊടുക്കാനുള്ളവരല്ല. നിങ്ങൾ പറയണം, എൻ്റെ ശരീരം രോഗത്തിനിരിക്കേണ്ടതല്ല, ഞാൻ ശാപം പിടിച്ചിരിക്കേണ്ടവനല്ല. എന്നെ ദൈവം വിളിച്ചത് രാജ്യങ്ങളെ കീഴടക്കാനാണ്. എന്നെ ദൈവം വിളിച്ചത് പട്ടണങ്ങളെ പിടിച്ചെടുക്കാനാണ്. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് ഒരു ജോലിക്കകത്ത് ഒതുങ്ങാനല്ല, ആ ജോലിയിൽ ഉന്നത സ്ഥാനത്തെത്താനാണ്. ഞാൻ കടം വാങ്ങിച്ച് ജീവിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. പട്ടിണി കിടന്ന് ജീവിക്കാനല്ല, ദാരിദ്ര്യം അനുഭവിക്കാനല്ല. യേശു ദരിദ്രനായി വന്നത് എന്നെ സമ്പന്നനാക്കാനാണ്. ദാരിദ്ര്യത്തിന്റെ സുവിശേഷമല്ല ഈ സുവിശേഷം. ദാരിദ്ര്യത്തിന്റെ സുവിശേഷമല്ല ഇത്. കഷ്ടതയുടെ സുവിശേഷമല്ല ഇത്. പ്രതികൂലത്തിന്റെ സുവിശേഷമല്ല ഇത്. മരണത്തിന്റെ സുവിശേഷമല്ല ഇത്. ഉയർത്തെഴുന്നേറ്റവന്റെ സുവിശേഷമാണ്. മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റവന്റെ സുവിശേഷമാണ് ഈ സുവിശേഷം. അതുകൊണ്ട് നീ ഏത് മേഖലയിൽ മരിച്ചു കിടന്നാലും നീ എഴുന്നേറ്റിരിക്കും. തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം. ചിലതിനെ തിരിച്ചു പിടിക്കാൻ പോവുക. തിരിച്ചു പിടിക്കുന്ന കൂട്ടം Ratoribada, Ratora, Rashe, Rikabaso, Ribada, Shete, Ribada, Sheteria, Ratoribada, Judama, Raso, Rikabada, Ritoribada, Artara, Shete, Rizarabada, Artura, Se, Reso, Barate, Rishatara, Ratoribada, Artura, Sheria, Ratoribada, കൊള്ളയടിക്കാനും വരുന്ന പിശാച്. പക്ഷെ കർത്താവ് വന്ന ജീവനും സമൃദ്ധിയായ ജീവനും തരുവാൻ. ഉൽപ്പത്തി 14:16 അബ്രഹാം തൻ്റെ സഹോദരനായ ലോത്തിനും ഭാര്യയും കുടുംബങ്ങളും മറ്റു രാജാക്കന്മാരെയൊക്കെ ചിലർ ആക്രമിച്ച് കീഴടക്കി എല്ലാം കൊണ്ടുപോയപ്പോൾ അഭിഷേകമുള്ളവൻ ചെയ്തത് മിണ്ടാതിരുന്ന് കരഞ്ഞ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. എഴുന്നേറ്റ് 318 അഭ്യാസികളുമായി ഓടിച്ചെന്ന് അതിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. സിഗ്ലാഗിൽ വെച്ച് ദാവീദിന് തന്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടപ്പോൾ ദാവീദ് ദൈവത്തിനോട് ആലോചന ചോദിച്ചു, ഞാൻ പോകണമോ, എനിക്കത് തിരിച്ചു കിട്ടുമോ? ദൈവം പറഞ്ഞു, പോക, തിരിച്ചു പിടിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചു പിടിക്കാൻ ഒരു ആഹ്വാനം ദൈവസഭയിലെ വിശ്വാസികൾക്ക് ദൈവം തരികയാണ്. എന്തൊക്കെയോ എവിടെയൊക്കെയോ നിനക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിനെ കളഞ്ഞിട്ട് അതൊക്കെ എന്റെ വിധിയാണെന്ന് പറഞ്ഞിരിക്കാതെ ഫൈറ്റ് ചെയ്ത് നീ പിടിക്കണം, തിരിച്ചു പിടിക്കണം. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. പുതിയ നിയമ വിശ്വാസിയായ നമുക്ക് യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ആത്മാവിൽ തിരിച്ചു പിടിക്കണം, പ്രാർത്ഥനയിൽ തിരിച്ചു പിടിക്കണം, അന്യഭാഷ പറഞ്ഞ് തിരിച്ചു പിടിക്കണം, ഉപവസിച്ച് തിരിച്ചു പിടിക്കണം, വിശ്വാസത്താൽ തിരിച്ചു പിടിക്കണം, ദൈവത്തിന്റെ ബലം ധരിച്ച് അതിനെ പ്രാപിച്ചെടുക്കണം, ദൈവത്തിന്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് നീ തിരിച്ചു പിടിക്കണം. നീ അഭിഷേകമുള്ളവരാണെങ്കിൽ, നിറവുള്ളവരാണെങ്കിൽ നിന്നെ പിശാച് തൊടത്തില്ല. നിന്നിൽ നിന്ന് മോഷ്ടിച്ചതിനെ എല്ലാം നീ വിളിച്ചു പറയുമ്പോൾ അവൻ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കും. നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പോകും.
എല്ലാം നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ജനിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പനും അമ്മയും വരെ രഹസ്യമായിട്ട് കൊച്ചിനെയും കൊണ്ട് വഴിയരിയിൽ പ്രസവിച്ച് നേരെ കാലിത്തൊഴുത്തി കൊണ്ട് കിടത്തിയ ഒരു മനുഷ്യൻ അറിയത്തില്ല യേശു ക്രിസ്തുവിൻ്റെ ജനനം. ആകെ ആട്ടിടയന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ജനിച്ചത് ആരാന്നറിയോ? ദൈവത്തിൻ്റെ പുത്രനാണ്. ആ ദൈവത്തിൻ്റെ പുത്രൻ്റെ അകത്തൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ആത്മനിറവിൽ ജനിച്ച ഒരു തലമുറയാണ്. ജനിച്ച ഉടനെ വിദ്വാൻമാർ അവിടെ വന്നു. എവിടെ നിന്നാണ് വന്ന? നാട്ടുകാരല്ല വന്നത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾ വന്നു. ഒരു നക്ഷത്രം കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. വന്ന് കൊച്ചിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത് പൊന്നും മൂരും കുന്തിരിക്കവും, വിലയേറിയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിന്റെ അകത്തും അഭിഷേകമുണ്ട്. ഈ അഭിഷേകം ഉണ്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നിന്റെ അടുക്കലും വിലയേറിയത് നിന്റെ അടുക്കൽ വരും, മൂല്യമേറിയത് നിന്റെ അടുക്കൽ വരും. ലോകത്ത് സാധാരണ ജനങ്ങൾക്കോ ജാതികൾക്കോ അനുഭവിക്കാനുള്ളതല്ല വെള്ളിയും പൊന്നും, സമ്പത്തും വസ്തുവകളും വീടുകളും നിലങ്ങളും കാറും. ഇതൊന്നും ജാതികൾക്ക് വേണ്ടി മാത്രവും ദൈവജനത്തിന് കഞ്ഞിയും പയറുമല്ല. സുവിശേഷം പറയുന്നത്, സുവിശേഷത്തിന്റെ നായകനായ ക്രിസ്തു ജനിച്ചപ്പോൾ പൊന്നും മൂരും കുന്തിരിക്കവും കൊണ്ടുവച്ചു. അത് രാജകീയ അഭിഷേകത്തെ, പുരോഹിത അഭിഷേകത്തെ, പ്രവാചക അഭിഷേകത്തിന്റെ സൈനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല. അഭിഷേകമുള്ളിടത്ത് വിലയേറിയത് വരും. അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ വിലയുള്ളതെല്ലാം വരും. അപ്പം നിങ്ങളുടെ അടുത്തോട്ട് അനുഗ്രഹവും നന്മയും നിങ്ങളെ തേടി വരണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. നിന്റെ അകത്തൊരു അഭിഷേകം ഉണ്ടാകണം. അതാണ് ബലം പ്രാപിക്കുക. എഫേസ്യർ 6:10 പറയുന്നു, അമിത ബലം പ്രാപിക്കണം. അമിത ബലം പ്രാപിച്ചിട്ട് നീ പ്രാർത്ഥിക്കണം. അമിത ബലം പ്രാപിച്ചിട്ട് നീ ഉപവസിക്കണം. അമിത ബലം പ്രാപിച്ചിട്ട് നീ നീതിയിലും സത്യത്തിലും നടക്കണം. അന്യഭാഷ സംസാരിക്കണം. അപ്പോൾ ചിലത് നിന്റെ അടുക്കൽ വരും. ബലമില്ലാത്തവൻ്റെ അടുത്ത് ഒന്നും വരില്ല. അഭിഷേകമില്ലാത്തവൻ്റെ അടുത്ത് ഒന്നും വരത്തില്ല. അവൻ ബൈബിളും കൊണ്ടുവന്ന് നടക്കാനേ പറ്റുമോ? കാറിൻ്റെ ഡിക്കിക്കകത്തും തലയണയുടെ അടിയിലും ഒക്കെ ബൈബിളും കൊണ്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ബലമില്ലാത്തവന്മാരാ. അന്ധവിശ്വാസമാണ്. തലയണയുടെ അടിയിൽ ഭൂതം വരാതിരിക്കുക ബൈബിള്, കാറിൻ്റെ ഡാഷ്ബോർഡിനകത്ത് ഒരു ബൈബിള് തുറന്ന് വായിക്കത്തില്ല. അന്ധവിശ്വാസികൾ ക്രിസ്ത്യാനികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ബലം എവിടെ ഇരിക്കുന്നത്? നിന്റെ ഉള്ളിൽ, നിന്റെ അകത്ത്. നിന്റെ ശക്തി നിന്റെ അകത്താണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കിടക്കുന്ന ഈ ലൈറ്റുകളെല്ലാത്തിൻ്റെ ഉറവിടം എവിടെയാ? ഇടുക്കി സബ്സ്റ്റേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വിദ്യുച്ഛക്തി ഇതുപോലെയാണ് വരുന്നത്. കാണാൻ പറ്റുമോ നമുക്ക്? അതിനാണ് ഇടുക്കി ഡാം കിടക്കുന്നത്. വെള്ളം, ആ വെള്ളം തുറന്നങ്ങോട്ട് വിടുമ്പോൾ നേരെ ചെന്ന് വിദ്യുച്ഛക്തി നിലയത്തിനകത്തോട്ട് ചെന്ന് ജനറേറ്ററുകൾ അങ്ങോട്ട് കറങ്ങി അതിനകത്ത് നിന്നൊരു പവർ വ്യാപരിച്ച് 110 kV ആ ലൈനിലൂടെ നേരെ ഇവിടെ വരിക. ഇത് ആർക്കും അറിയത്തില്ല. അറിയുന്നത് കാക്കയ്ക്കൊക്കെ അറിയാം. ഇടയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അറിയാം. ഒരു വെടി ശബ്ദം കേൾക്കാം, വവ്വാല്, ഇതിനൊക്കെ അറിയാം. ചില മനുഷ്യർക്കും അറിയാം. വെള്ളം അടിച്ചോണ്ട് ചെന്ന് ചോദിച്ചോളൂ, അവനും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ കറണ്ടിനെ കാണുന്നില്ല, തൊടുന്നവനെല്ലാം കാണും. അവനെങ്ങനെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കരിഞ്ഞവിടെ ഇരിക്കും. സ്തോത്രം. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? നിങ്ങൾ ആരെങ്കിലും ഇടുക്കി പോയത് കണ്ടിട്ടുണ്ടോ? ഇത് ശക്തി ഉണ്ടാകുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരുപാടൊന്നും കണ്ടിട്ടില്ല. നമ്മൾ കാണാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉറവിടം എന്താ? വെള്ളം. പറഞ്ഞിട്ട് വെള്ളം. ആ വെള്ളമാണ് പവറായതാ. ഇപ്പോൾ അതാ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് എല്ലാം കത്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൊച്ചു പിള്ളേർക്ക് അത് അറിയത്തില്ല. അത് കുഞ്ഞുങ്ങളായിരിക്കും. അവർ ചെന്നെന്ത് ചെയ്യും? ഈ ഹോൾഡറിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് വിരൽ ചെറിയ ഒരു ഷോക്ക് അടിക്കുന്നതോടുകൂടി ജീവിതകാലത്ത് മരണം വരെ പിന്നെ ആ ഏരിയ പോകില്ല. പ്രൈസ് ദി ലോർഡ്. അവർ തീ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ അവർ ചെന്ന് പിടിക്കും. ഒരു പ്രാവശ്യം പിടിക്കൂ, പിന്നെ അവരെ പിറകെ പോകേണ്ടി വരില്ല. ആ ഏരിയയിൽ അവർ പോകത്തില്ല. എല്ലാ അനുഭവം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതം. അനുഭവം ഇല്ലാത്തവന് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല. നശിച്ചു പോകുന്നവന് സുവിശേഷം എന്താണ്? ഭോഷത്വം. രക്ഷിക്കപ്പെടാനുള്ളവർക്ക് ദൈവശക്തി. പറഞ്ഞാട്ടെ, നശിക്കുന്നവർക്ക് ഇത് ഭോഷത്വമാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്ന ദൈവജനത്തിന് ഒരു ദൈവശക്തിയാണത്. അത് അനുഭവിക്കുന്നവനെ മനസ്സിലാവും. ഇതിനകത്തൊരു ദൈവശക്തിയുണ്ട്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവശക്തി നിന്റെ അകത്ത് വരണം. അതാണ് വെള്ളം ഒഴുകണം, അഭിഷേകം ഒഴുകണം. നീ അഭിഷേകം പ്രാപിച്ച് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വന്നിരുന്നിട്ട് ദീപാവലിക്ക് പടക്കം വയ്ക്കും പോലെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അകത്ത് ജാം തേക്കുന്ന പോലെ തേച്ചോണ്ടിരുന്നാൽ നിന്റെ ലൈഫിൽ നീ പ്രാർത്ഥിക്കുന്ന ഒന്നും കിട്ടത്തില്ല. പ്രൈസ്. വല്ലപ്പോഴും ആണ്ടിലേക്ക് ഒന്നൊന്ന് ചിരിച്ച് എല്ലാം കേട്ടോണ്ടിരുന്ന് ചിലപ്പോൾ അവിടെ ഇരുന്ന് കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ട് പോകുന്നവനൊന്നും അല്ല ഈ വിടുതൽ കിട്ടുന്നത്. ഈ വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ശക്തി അകത്ത് വ്യാപരിക്കണം, ജനറേറ്റ് ചെയ്യണം. നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്തോത്രങ്ങളാലും സ്തുതികളാലും കരങ്ങളെ അടിച്ചും ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞ് നിന്റെ അകത്ത് ദൈവശക്തി അങ്ങോട്ട് ജനറേറ്റ് ചെയ്യണം. ഓ പ്രൈസ് ദി ലോർഡ്. ഏത് രോഗം മാറും, ഏത് ഭൂതവും അഴിയും, ഏത് ശാപം പൊട്ടും, ഏത് കെട്ടും പൊട്ടും, ഏത് കീറാമുട്ടി പോലുള്ള വിഷയവും കീറും. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. എന്നാൽ ആത്മനിറവുള്ളവൻ പ്രാർത്ഥിക്കണം, അഭിഷേകമുള്ളവൻ പ്രാർത്ഥിക്കണം. അവൻ 21 ദിവസം ഇരിക്കേണ്ട കാര്യം വരത്തില്ല. അവൻ ദൈവശക്തിയോടെ എഴുന്നേറ്റ് ഒരു വാക്ക് പറയുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് ഒറ്റ വാക്ക്, അപ്പൊ തന്നെ അടുത്ത് വന്നവന്റെ മകൻ സൗഖ്യമായി. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കി എങ്ങനെയാ? ചെല്ലുന്നു, വിട്ടുമാറാൻ പറയുന്നു, ബഹളമില്ല, ഒന്നുമില്ല. തലമുടി പിടിച്ച് ഇങ്ങനെ ആട്ടി 1.5 മണിക്കൂർ ആ തലമുടിയെല്ലാം വലിച്ച് പറിച്ചെടുത്ത് കന്നത്തിൽ അടിയും കൊടുത്ത് ചവിട്ടി കൂട്ടി. അതൊക്കെ പണ്ടത്തെ ഭാഷന്മാരെല്ലാം ഭൂതം ഇളക്കുന്ന കണ്ടിട്ടുണ്ടോ? അവസാനം ഭൂതത്തിന് സമാധാനം ഇല്ലാതെ ഭൂതം തിരിച്ചടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര ഭാഷന്മാർക്ക് അടികൊണ്ട് ഓടിയിട്ടുണ്ട്. ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഭാഷന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഭൂതം പതുക്കെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒറ്റ കുത്ത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ണടയ്ക്കാത്തത്. ഏത് വഴി കൂടെയാണ് സ്ക്രൂ ഡ്രൈവർ വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ശുശ്രൂഷയ്ക്ക് വെളിപ്പാടും പരിജ്ഞാനമുള്ള വിവരമുള്ള ഒരു ഭാഷന്മാരും പെട്ടെന്ന് കണ്ണടയ്ക്കത്തില്ല. ഒരു കണ്ണെങ്കിലും ഇടയ്ക്ക് ഞാൻ നോക്കും. കാരണം നല്ല രീതിയിൽ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് ഭൂതം കയറി വല്ല ആയുധോ പിന്നോ ഒക്കെ കൊണ്ട് കുത്തണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് ഭൂതം ഇളക്കുന്നപ്പോഴേ ഈ ഡോറ് തുറന്നിടാൻ പറയും. മൂപ്പന്മാരൊക്കെ ഇരിക്കും, കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഇങ്ങോട്ട് വാ, പേര് പറ. ലോക കള്ളനും കള്ളൻ്റെ അപ്പനുമായ ഈ പിശാചിനോട് കാര്യം ചോദിച്ചാൽ അടുത്ത വീട്ടിലെ ശാന്തയാണ് എന്നെ പറഞ്ഞയച്ചത്, അല്ലെ മനോഹരൻ്റെ വീട്ടിൽ അവർ എനിക്ക് കോഴിയിൽ ഇത് തന്നെയാണ്. പിന്നെ പിറ്റേന്നാവുമ്പോൾ അവിടെ അങ്ങോട്ട് ചുറ്റും അടിയും പോകണം. പിശാച് കള്ളനും കള്ളൻ്റെ അപ്പനുമാണ്. അവനോട് സംസാരിച്ച് ഇവിടെ നിന്ന് വന്നു, നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് ഇന്ന ആളാണ് പറഞ്ഞു വിട്ടേന്ന് പറയാൻ. അത് തന്നെ അവൻ പറയും. അത് കുഞ്ഞമ്മ പറഞ്ഞു വിട്ടതാണ്, വല്യമ്മ പറഞ്ഞു വിട്ടതാണ്. പിന്നെ അങ്ങോട്ട് വിളിച്ച് എടീ നോക്കടീ, എന്നാലും അവരിത് ചെയ്തല്ലോ. എന്തിനാണ് തന്നയച്ചത്? ചേനയിലാണ്. പ്രൈസ് ദി ലോർഡ്. പറ്റിപ്പും കള്ളമല്ലേ നമുക്ക് കേൾക്കുമ്പോൾ എന്തൊരു ചേനയിലാണ്, മുട്ടയിലാണ്, അര മുറി തേങ്ങയിൽ, പ്രൈസ് ദി ലോർഡ്, മുട്ടായിൽ തന്നു, എന്തിലെല്ലാം കൊടുത്ത് കൈവശം കൊടുത്തൊന്നും മന്ത്രവാദം ചെയ്തു, ആഭിചാരം മറികടത്തി. ഇന്നും പെന്തക്കോസ്തുകാർക്ക് ഇത് കേട്ടാൽ ഭയങ്കര അഭിഷിക്തരാണ്. വന്നപ്പോൾ പുള്ളി കറക്റ്റാണ് പറഞ്ഞ് എന്താ ചേനയിൽ ചെയ്തത്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന ബന്ധനം പോരാട്ടം ഉള്ളം കാല് തൊട്ട് മുടി ഉച്ചം തലവരെയും നിനക്ക് ബന്ധനമാണെന്ന് പറയുന്ന ഭാഷന്മാരാണ് സാധാരണ ആൾക്കാർക്ക് വലിയ പാസ്റ്റർ. ഈ ശ്രീജി പാസ്റ്ററിനെ പോലെയൊന്നും അല്ല. പുള്ളി വീട്ടിൽ വന്നപ്പോഴേ ഭയങ്കര വെളിപ്പാട്. പുള്ളി പറഞ്ഞ അവിടെ ഇന്ന സ്ഥലത്ത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടാൽ നിന്നെ വേറെ ഒരു ബന്ധനവും നിന്നെ തൊടുകയില്ല. അതാണ് ഇവിടെ വന്ന് വാതുറന്നിരിക്കാതെ ആരാധിച്ച് പ്രാപിക്കാൻ പറയുന്നത്. അതിനാണ് ഒരു ബന്ധനം, ഒരു പോരാട്ടവും, ഒരു മന്ത്രവും ആഭിചാരവും നിന്നെ തൊടാതിരിക്കേണ്ടതിന് നീ ദൈവശക്തിയെ പ്രാപിക്കണം. അത് നിന്റെ അകത്തങ്ങോട്ട് വ്യാപരിച്ചാൽ ഒരു ദുഷ്ട പൈശാചിക ശക്തികൾക്കും നിന്നെ തൊടാൻ സാധിക്കത്തില്ല. അത് ഒഴുകണം, അത് ഒഴുകണം. ആ ദൈവശക്തി നിന്റെ അകത്തുനിന്ന് ഒഴുകണം. ആ അഭിഷേകമുള്ളവൻ തിരിച്ചു പിടിക്കും. അഭിഷേകമുള്ളവന്റെ അടുക്കൽ വിലയേറിയതും മൂല്യമേറിയതും വരും. നിന്നെ അന്വേഷിച്ച് വരും.
നീ ഇരിക്കുന്ന സ്ഥലത്ത് നന്മ അന്വേഷിച്ചവരും നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ ഫോളോ ചെയ്യും. അത് അഭിഷേകമുള്ളവന്റെ പ്രത്യേകതയാണ്. എന്റെ ഒരു ടീഷർട്ട് എടുത്തോണ്ടത് ഏതോ മന്ത്രവാദി കൊണ്ടുവന്നത് ഇത് മന്ത്രവാദം ചെയ്തു. പക്ഷേ മന്ത്രവാദം ചെയ്തവൻ തട്ടിപ്പോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമുക്കെതിരായിട്ട് എഴുന്നേറ്റ് ആര് മന്ത്രവാദം ചെയ്ത് അവന്റെ കാര്യത്തിന് തീരുമാനം പടവെന്നൊരു വെടിയാക്കാം. ട്യൂബ് പൊട്ടിത്തെറിക്കുന്ന പോലെ അവൻ പൊട്ടിത്തെറിക്കും. കാരണം നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ അകത്തത് വ്യാപരിച്ചോണ്ടിരിക്കുക. ലോകത്തൊരു മനുഷ്യനെ നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല. ഒരു മന്ത്രവാദവും ആഭിചാരവും നിന്നെ തൊടുകയില്ല. നീ നിലയ്ക്കുന്നത് നടക്കും, നീ പറയുന്നത് നടക്കും. നിന്റെ അകത്ത് ദൈവശക്തി ഇറങ്ങാൻ പോവുകയാണ്. നീ രാജ്യങ്ങളെ പിടിക്കാൻ പോകുന്നു, പട്ടണങ്ങളെ നീ പിടിക്കാൻ പോകുന്നു. അഭിഷേകമുള്ളവൻ അവന് മാത്രമേ തിരിച്ചു പിടിക്കാൻ പറ്റൂ. തിരിച്ചു പിടിക്കണമെങ്കിൽ ദൈവശക്തി വേണം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഞാൻ നിങ്ങൾക്കൊരു വെളിപ്പാട് ഇന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പാട് പുസ്തകം വായിക്കണം, ഉറക്കെ വായിക്കണം. എന്താണ്? നിന്റെ വീട്ടിനകത്ത് വെളിപ്പാട് പുസ്തകം ഉറക്കെ അങ്ങ് വായിച്ചു നോക്കുക. വീട്ടിനകത്തുള്ള പൈശാചിക മണ്ഡലങ്ങളെല്ലാം അഴിഞ്ഞു മാറും. രോഗങ്ങൾ, ശാപങ്ങൾ, കലഹങ്ങൾ, പിണക്കങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ മാറാൻ അതാണ് ആദ്യം ആ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. എന്താണെന്നറിയാമോ? ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. എന്താണ്? ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അതിനെ ഒറ്റപ്പിടി അങ്ങോട്ട് പിടിച്ചോളണം. ഇത് വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, വായിച്ച് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഭാഗ്യവാൻ. വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുകയും ഭാഗ്യമുള്ളവനായി മാറും. നിന്റെ വീട്ടിനകത്ത് എല്ലാ ദിവസവും വൈകുന്നേരം വെളിപ്പാട് പുസ്തകം ഒറ്റ ദിവസമില്ലാതെ നീ പ്രാർത്ഥിച്ച് നീ അങ്ങോട്ട് വായിക്ക. നിന്റെ വീടിന്റെ നിന്റെ സ്ഥിതി അങ്ങോട്ട് മാറുന്നത്. നീ ഭാഗ്യമുള്ളവനായി മാറും, നീ അനുഗ്രഹിക്കപ്പെടുന്നവനായി മാറും. ഒരു പൈശാചിക ശക്തികളും നിന്റെ വീട്ടിനകത്ത് നിൽക്കാതെ അത് മാറിപ്പോകാൻ ഒരൊറ്റ വഴിയും. വായിക്കാം ഇന്നു മുതല്. നിങ്ങൾക്ക് ഈ സെഷനിലുള്ളവർക്ക് അതിന്റെ ഭാഗ്യം എൻ്റെ ഫസ്റ്റ് സെഷനിൽ കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം വായിക്കണം. ദാനിയേലിന്റെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, യെഹെസ്കേൽ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പൈശാചിക ശക്തികൾ അലറി വിളിച്ച് ഓടിക്കളയും. ഒറ്റ വീട്ടിനകത്ത് പിന്നെ ഒരു ദുരാത്മാവ്. ഉറക്കെ വായിക്കണം, മനസ്സിൽ വായിക്കരുത്, ഉറക്കെ വായിക്കണം, ഉറക്കെ വായിക്കണം. അന്തരീക്ഷം മാറുന്ന നീ തിരിച്ചറിയും. അന്തരീക്ഷം എല്ലാം കൂടെ അങ്ങ് മാറി, അടപടലം മാറും, എല്ലാം മാറും. അന്യായമായ ഒരു ദൈവശക്തി അവിടെ വെളിപ്പെടും. നീ ചിന്തിക്കാൻ പറ്റാത്ത ഗ്ലോറി നിന്റെ വീട്ടിനകത്ത് മൂടാൻ പോയ. അനർത്ഥങ്ങൾ വിട്ടുമാറും, രോഗശക്തികൾ മാറിപ്പോകും, പൈശാചിക മേഖലകൾ അഴിയും. അന്തരീക്ഷങ്ങളെ മാറ്റുന്ന ദൈവശക്തി വചനം വായിക്കുമ്പോൾ അതവിടെ വ്യാപരിക്കാൻ പോയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ തിരിച്ചു പിടിക്കണം, പറഞ്ഞിട്ട് തിരിച്ചു പിടിക്കണം. ചോദിക്ക് തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഉണ്ടോന്ന്. നിന്റെ വിളി എന്താണ്? കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് തിരിച്ചു പിടിക്കാൻ. പിടിച്ച് നിന്റെ കയ്യിൽ തന്നു. എന്നിട്ട് ദൈവം പറഞ്ഞു, നിന്നെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? പിശാചിന്റെ അധിനിവേശ പ്രദേശങ്ങളെ, പിശാച് പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികളെ, ദേശങ്ങളെ, ആകാശ മണ്ഡലങ്ങളെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ, ദൈവരാജ്യം പണിയാൻ, സ്വർഗത്തെ സൃഷ്ടിക്കാൻ. അതാണ് നിന്റെ വിളി. നീ പോയി നിൽക്കുന്ന സ്ഥലം സ്വർഗമാകും. നിന്റെ വീട് ഒരു സ്വർഗമാകണം. ദൈവത്തിന്റെ മക്കളുടെ വീടാണ് ആദ്യ സ്വർഗമാകാൻ. നീ ആയിരിക്കുന്ന വീട്ടിനകത്ത് അത് സ്വർഗമാകണം. പിണക്കം, കലഹം, പെറുപെറുപ്പ്, അടിപിടി, ഇതെല്ലാം മാറി, മത്സരം, ബുദ്ധികൾ, ഭിന്നതകൾ, പിണക്കങ്ങളൊക്കെ മാറിയിട്ട് ആ വീട് ദൈവ സ്നേഹം കൊണ്ട് നിറയണം.
നീ അഭിഷേകവും ദൈവസ്നേഹവും നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര രുചിയായിരിക്കും. ചില വീടുകളിൽ പോകുമ്പോൾ 2000 വിഭവം കൊണ്ടുവയ്ക്കും, രുചി കാണത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി, ഇഷ്ടം പോലെ ഫുഡ്, പക്ഷേ ഒരു രുചിയില്ല. പൈശാചിക ശക്തി രുചിയില്ലാതാക്കുന്ന ദുഷ്ടപിശാചാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? നിന്റെ ഭവനത്തിനകത്ത് നീ ഉണ്ടാക്കുന്ന പാചകം വരെ അത് രുചികരമാകണമെങ്കിൽ വചനം വായിച്ച് ഉറക്കെ വായിക്കണം. ഒരു കുക്കിംഗ് നീ അറിയണ്ട, ഒരുപാട് കുക്കിംഗ് ഒന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് അതറിയാം ഇതറിയാം, അറിയാം, വായി വയ്ക്കണ്ടേ. ഒരുപാട് ഫുഡൊക്കെ നീ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒന്ന് വായി വെച്ച് തിന്നാൻ കൊള്ളാമെന്നുള്ള രുചി വേണ്ടേ? എല്ലാ മനുഷ്യൻ ഉപ്പിടുന്ന എന്തിനാ? രുചി കിട്ടാൻ. പഞ്ചസാര ഇടുന്ന എന്തിനാ? രുചി കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ നീ ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള കൃപ, ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു അഭിഷേകം, ഫുഡ് ഗ്ലോറി. സാറയും അബ്രഹാം കൂടെ ചേർന്ന് അങ്ങ് ഫുഡ് ഉണ്ടാക്കി. പ്രാർത്ഥന ആത്മനിറവുള്ള അവർ ഉണ്ടാക്കി കൊടുത്തത് ദൂതന്മാർ, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ നിമിഷ നേരം കൊണ്ട് കാണാനില്ല പാത്രത്തിൽ, എല്ലാം തിന്നങ്ങ് തീർത്തു. അവർ വയറ് നിറഞ്ഞപ്പോൾ ഒറ്റ ഒരനുഗ്രഹം. ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർക്കും അഭിഷിക്തന്മാർക്കും ദൂതന്മാർക്കും യേശു ക്രിസ്തുവിന് അടക്കമുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. വയറ് നിറഞ്ഞ 2 ദൂത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതന്മാരങ്ങോട്ട് ഇറങ്ങിയതും തിന്ന് കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് അവർക്ക് ഇപ്പം പ്രവചിച്ചേ പറ്റൂ, അടുത്ത ആണ്ടിൽ നിനക്ക് തലമുറ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ വരുന്ന പ്രവാചകന്മാരെ അഭിഷേകം. പ്രവാചകന്മാർക്ക് പ്രത്യേകിച്ച് പ്രവാചകന്മാരാണെങ്കിൽ നല്ല ഫുഡ് കൊടുത്ത 100 ദൂത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവരുടെ വിളിയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞോണ്ട് വന്നാ ഇത് പറയാനുണ്ട്. ഏതൊരു കാര്യം എന്തോ ഒരു വിഷയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതിങ്ങനെ വന്നത്. ദൈവരാജ്യം പണിയാനാണ് ദൈവം നമ്മൾ വിളിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വരുന്നത്, ഇത് കയറി വന്നതാണ്. ചിലപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അടുക്കളയിൽ ചെന്ന് അന്യഭാഷ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? വേറെ എല്ലാവരെയും ഫോണിൽ വിളിച്ച് അപരാധം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്താൽ ഉള്ള എല്ലാം കയ്പായി മാറും. ഒരു ഫോണിൽ നുണയും പരദൂഷണവും പറഞ്ഞിട്ട് നീ എന്തുണ്ടാക്കിയാലും ആ ഉണ്ടാക്കുന്ന ഭക്ഷണം കൈവശമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം നീ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അടുക്കളയ്ക്കകത്ത് നിൽക്കണം. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. അടുക്കള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. വാസ്തു പ്രകാരം വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുരൻ കിടക്കുന്നു, അവൻ്റെ തല, അവൻ്റെ കാല്, അതിലൊക്കെയാണ് ഇതൊക്കെ കന്നി മൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇതൊക്കെ അസുരനെ കൊണ്ടൊന്ന് കിടത്തിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ദൈവമക്കൾ നമ്മൾ അസുരനെ പിടിച്ചു കൊണ്ടൊന്ന് കിടത്തിയിട്ട് അതിൻ്റെ തലയിൽ ഇന്ന സംഭവം, ഇന്ന കാല് വരുന്ന സ്ഥലത്ത് ഇതല്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് കുറ്റിയടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എത്രയോ ഒരിക്കലും വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് കുറ്റിയടിച്ച് 2-3 അടി താഴെ വെള്ളം വരും. നമുക്ക് കുറ്റിയടിക്കാനോ വാസ്തു ഒന്നും അറിയത്തില്ല. പക്ഷേ ആത്മനിറവിൽ ഒരു സ്ഥലം കാണിച്ച് ഒരു കുറ്റിയടിച്ചാൽ അവിടെ 3 അടി താഴുമ്പോഴേ വെള്ളം കിട്ടും. കാരണം ദൈവത്തിൻ്റെ അധികാരം നമ്മുടെ അകത്തുണ്ട്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവം തൻ്റെ അഭിഷിക്തന്മാർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എത്രയോ വീടുകൾ, എത്രയോ സ്ഥലങ്ങൾ അടിസ്ഥാനപ്പെട്ട് ഇത്ര വർഷത്തിന് ഇവിടെയൊക്കെ എത്ര ആയിരക്കണക്കിന് വീടുകൾ, ആയിരക്കണക്കിന് ഫാക്ടറികൾ, ആയിരക്കണക്കിന് സംഭവം, ഒരു ബോധമില്ല എത്ര, പക്ഷേ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഇത് വാസ്തുശില്പമൊന്നും പഠിച്ചിട്ടല്ല, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ചെയ്യുന്ന പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കൊരു അധികാരമുണ്ട്. നമ്മൾ ചിലത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. കർത്താവിനോട് 7 മലകളെ പിടിക്കാൻ പോകുന്നത്. എത്രയാണ്? എല്ലാം പറഞ്ഞിട്ട് 7 മൗണ്ടൻസ്. എല്ലാവരും പറഞ്ഞിട്ട് 7 മൗണ്ടൻസ്. 7 മൗണ്ടൻസിനെ പിടിച്ചെടുക്കാൻ പോകുന്നു. എബ്രായർ 11 പറയുന്നു, രാജ്യങ്ങളെ പിടിച്ചിറക്കി തീയുടെ ബലം കെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നീ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണം, എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണം. ഒരു സാധാരണ വിശ്വാസിയായിട്ട് നീ ഇരിക്കരുത്. നീ എന്തെങ്കിലുമൊക്കെ പ്രാപിക്കുകയും പിടിച്ചെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പൊ പിശാച് ഈ ലോകത്ത് നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ മേഖല. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ പിശാച് വളരെ പതുക്കെ വന്ന് എന്ന് വിളിച്ചു. ഹവ്വ തിരിഞ്ഞു നോക്കി. അന്നും ഇന്നും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ ഷൂ അടിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയവരെല്ലാം വീണിട്ടും താർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ചെയ്യരുത് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.
ഓർക്കുക, ഈ ശൂശു ആക്കുന്ന എല്ലാവരും പിശാചിൻ്റെ ഏജന്റുമാരാണ്. ആരാധനയ്ക്കകത്ത് വന്നിരുന്ന പോലും കോങ്കണ്ണ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. മനുഷ്യരെ കാണാൻ വരുന്നവരുണ്ട് ഇതിനകത്ത്. ഇന്ന ആൾ വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, എപ്പോൾ വരും? കർത്താവിനെ കാണാനല്ല വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങിക്കെട്ടി വരുന്ന ചില ആൾക്കാർ ആലയത്തിൽ ഉള്ളവരുമുണ്ട്, ഇന്ന ആൾ വന്നില്ലല്ലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് ആത്മാവ് പറയാം, നിന്നെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന കർത്താവായ യേശുവിനെ കാണാനാണ്. ഇതിനകത്ത് അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി, വേറെ ആരും ഇതിനകത്ത് വരണ്ട. മനുഷ്യരെ കാണാൻ വരരുത്, ദൈവത്തെ കാണാൻ വരണം. ചിലത് പിടിച്ചെടുക്കാൻ വരണം, ചിലത് പ്രാപിക്കാൻ വരണം. എന്ന പകല ഹല്ലേലൂയ ആത്മാവ് പറയാണ്, നീ കർത്താവിനെ കാണാൻ വരണം. അപ്പൊ സർപ്പം ഇറങ്ങി വളരെ പതുക്കെ. അതും ഭർത്താവില്ലാത്ത സമയത്താണ് ആരടുത്ത് വന്നത്? സർപ്പം വന്ന്. എപ്പോഴും നോക്കും, ആരും ഇല്ലാത്ത സമയത്തായിരിക്കും എല്ലാം ഇതുപോലെയുള്ള സർപ്പങ്ങൾ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർപ്പം അന്നും ഇന്നും ഉണ്ട്, മനുഷ്യനിലൂടെ ഉണ്ട്. ഏകരായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പല സർപ്പങ്ങളും ശൂശു അടിച്ച് വരും. നമ്മൾ അതിൻ്റെ ചെവി എടുക്കരുത്. എൻ്റെ ഭർത്താവ് ഇത്രയും നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടേ ഇല്ല, പ്രൈസ് ദി ലോർഡ് എന്ന് നീ പറയരുത്. അയ്യോ, അങ്ങേര് ഭയങ്കര മുരടായി. ഈ മനുഷ്യൻ എന്ത് നല്ല സ്നേഹം, ലാവണ്യമുള്ള വാക്കുകൾ. എൻ്റെ ഭർത്താവ് ഇന്ന് വരെ ഞാൻ വിശന്നിരുന്നപ്പോൾ ചോദിച്ചിട്ടേ ഇല്ല. പുള്ളി പെറോട്ട ഇറച്ചി വാങ്ങിച്ചോണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മസാല ദോശ ഇന്ന് വരെ അങ്ങേര് വാങ്ങിച്ചു തന്നിട്ടില്ല. ഇയാൾ എന്നും എന്നെ കറങ്ങാൻ വേണ്ടി വെളിയിൽ കൊണ്ടുപോകാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം ഓപ്ഷനാണെന്നറിയാം. പാമ്പ്, സർപ്പത്തിൻ്റെ പരിപാടികൾ. എത്രായിരം പേരാണ് ഇതിനകത്ത് വീണ് തകർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, മുരടനാണെങ്കിലും ഉള്ളി സ്നേഹം കാണും. 4 ഇടി നിനക്ക് കിട്ടിയിട്ടുണ്ടോ? നല്ല സ്നേഹം ഉള്ളതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഗുണപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടിയാത്. പ്രൈസ് ദി ലോർഡ്. ഈ ചിരിച്ച് സ്നേഹം നടിച്ച് വരുന്നവന്മാരെല്ലാം വഴിയിൽ നിന്നെ തള്ളിക്കളയും. മരണസമയത്ത് ആരും കാണില്ല, കഷ്ടകാലത്ത് ആരും കാണത്തില്ല. പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ പറയുക. അതുകൊണ്ട് ദൈവഹിതമില്ലാത്തതെല്ലാം മാറിയിട്ട് ഇന്ന് പകല ദൈവം നിനക്ക് തന്നതിൽ സന്തോഷിക്കാൻ നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ ഏകനായിരിക്കുമ്പോൾ സർപ്പശക്തി വന്നിട്ട് 2 ശൂശു അടിച്ചു, ഫിസിലൊക്കെ അടിച്ച് നേരെ ഹവ്വ തിരിഞ്ഞു നോക്കി. ആ സമയത്ത് പറഞ്ഞു, ഈ ഫലം തിന്നാൽ നിനക്ക് ഇന്ന് വരെ ഇല്ലാത്ത ജ്ഞാനം കിട്ടും. അത് കഞ്ചാവ് അടിച്ചാൽ പെട്ടെന്ന് 1, 2, 3 തിസീസ് എഴുതാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ ഇന്ന് ആൾക്കാർ പിള്ളേരോട് പറയും, എടാ നിനക്ക് പഠിക്കാനുള്ള ബുദ്ധി ഞാനും ഇല്ല. ഒരു പ്രശ്നമല്ല, ഒരു സാധനം എടുത്ത് നാക്കിൻ്റെ അടിയിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് PhD വരെ എഴുതാം, ഡോക്ടറേറ്റ് എടുക്കാം. അങ്ങനെ സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേരെ എല്ലാം, ഇവിടെ പഠിക്കുന്ന പിള്ളേരെ നിങ്ങൾ പഠിച്ച് തോറ്റാലും പ്രശ്നമില്ല. നീ ഒരിക്കലും ഈ കുറുക്ക് വഴി കൂടെ കയറി ഗുളിക വെച്ചും ശമ്പു വെച്ചൊന്നും പരീക്ഷ എഴുതാൻ പോകരുത്. കുറുക്ക് വഴി കൂടെ നമുക്കൊന്നും ആവശ്യമില്ല. ഇന്ന് പിശാചിന്റെ തന്ത്രങ്ങളെല്ലാം കുറുക്ക് വഴികളാണ്, വളഞ്ഞ വഴികളാണ്. ആദ്യം എല്ലാം നല്ലതെന്ന് തോന്നും, പിന്നെ ഇതെല്ലാം കഴിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നേരെ ഹവ്വയെ വിളിച്ചു, വശീകരിച്ചു. ആ പഴം അങ്ങ് തിന്നു. പുള്ളിക്കാരി മാത്രം തിന്നാ പോരെ? ഇത് ചോദിക്കുക, പെണ്ണുങ്ങൾ മാത്രം പുള്ളിക്കാരി മാത്രം ചോദിക്കുക, കൈ കൊടുത്ത്. പെണ്ണുങ്ങൾ മാത്രം കൈ കൊടുത്ത് ചോദിക്കുക, ആ പുള്ളിക്കാരിക്ക് മാത്രം തിന്നാ പോരായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ആ പാവപ്പെട്ട ആദാമിനെയും കൂടെ വന്ന വഴിക്ക് അന്ന് വന്നപ്പോഴേ ക്രിക്കറ്റ് ബോൾ എറിയുമ്പോഴേ ബാക്കി എഴുതിയോട്ടു. പ്രൈസ് ദി ലോർഡ്. പുള്ളി ചാടി അങ്ങ് പിടിച്ചു. പുള്ളി അറിഞ്ഞില്ല. പുള്ളി വിചാരിച്ചു ഹണി തൻ്റെ ദാസി, തൻ്റെ ഭാര്യയുടെ സ്നേഹം കൊണ്ട് അടുത്ത് വരുന്നതിന് മുമ്പ് ഇത്രയും സ്നേഹത്തോടെ ചേട്ടാ പിടിച്ചോ ചാടി. പ്രൈസ് ദി ലോർഡ്. ഇത്ര വിഷമാണെന്ന് അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടുകൂടി ജീവിതം നമ്മളെല്ലാത്തിൻ്റെ കാര്യത്തിന് തീരുമാനമായി. ഒരു പെണ്ണും പിള്ളയും ഒരാളും കൂടെ ചെന്ന് ചെയ്ത പരിപാടിയാണ് ഇന്ന് നമ്മളെല്ലാം ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം അത് ചെറിയൊരു വഞ്ചനയും ചതി. അന്ന് പറഞ്ഞു, നിനക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അറിവിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഇന്ന് നോക്ക, ഈ അറിവ് ഇന്ന് എവിടെയെല്ലാം കൊണ്ടെത്തിച്ചിരിക്കും നമ്മളെ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കയ്യിൽ അറിവിൻ്റെ മകുടോ ഉദാഹരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല്. എത്ര മെസ്സേജാണ് പിന്നെ മീറ്റിങ്ങിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജ് കാരണമാണല്ലോ നമ്മുടെ കാര്യം, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം. ഈ മൊബൈൽ വന്നതിന് ശേഷം
ഈ കേരളത്തിനകത്ത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒളിച്ചോടുന്ന ഒരു ജില്ലയെന്നാണ് പറയുന്നത്. പാലക്കാട്. പ്രൈസ് ദി ലോർഡ്. പത്തനംതിട്ട ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ഉള്ള ജില്ല. ഈ മൊബൈൽ ഫോണ്, ഈ അറിവ്, നമ്മുടെ പിള്ളേർ യൂണിയൻകാരെ പോലും എടുക്കാത്ത പുസ്തക കെട്ടുകൾ എടുത്തുകൊണ്ടാണ് കങ്കാരുവിനെ പോലെ പഠിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പഠിച്ച് അവസാനം അച്ഛനെ അടിക്കുന്നവനായി മാറുന്നു, അമ്മയെ തല്ലുന്നവനായി, പഠിച്ച് മിടുക്കനായി അവസാനം അപ്പനെ അമ്മയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ഉണ്ടാക്കും. ഇതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ, അല്ലേ? ഈ എഡ്യൂക്കേഷൻ കുറേ പഠിക്കുന്നു, പക്ഷെ വിവരമില്ല. വീട്ടിൽ ഒരാൾ വന്നാൽ എഴുന്നേക്കാൻ അവൻ അറിയത്തില്ല, ബഹുമാനിക്കാൻ അറിയത്തില്ല, അപ്പനെയും ബഹുമാനിക്കുന്ന പരിപാടിയില്ല. പിന്നെ അധ്യാപകന്മാരെ അടിക്കുന്ന പിള്ളേർ. ഈ വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസമാണ്? കെട്ടിച്ചു വിടുന്ന പെൺപിള്ളേർക്ക് കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ലതായിട്ട് പഠിപ്പിച്ചു, ഓക്കെ. സർട്ടിഫിക്കറ്റുകളുണ്ടോ, ഓക്കെ. കട്ടൻ ചായ ഇടാൻ അറിയാമോ? ഇല്ല. അവൻ അപ്പം തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ തിരിച്ചാക്കും. കുടുംബജീവിതങ്ങൾ തകരുന്നു. വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല. ജീവിക്കാൻ അറിഞ്ഞൂടാ. സാമാന്യ വിവരമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ ബൈബിൾ ക്ലാസ്സിൽ വരുമ്പോൾ, ഈ ആലയങ്ങളിൽ വരുമ്പോൾ, നിന്റെ തലമുറ സൺഡേ സ്കൂളിൽ ഇരുത്തുമ്പോൾ, നീ സദൃശ്യവാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തനം വായിക്കുമ്പോൾ എങ്ങനെ ജീവിക്കാമെന്ന് നിനക്ക് ജ്ഞാനം കിട്ടും. ദൈവത്തിൻ്റെ ജ്ഞാനം. കേരളം നശിച്ച് നാരായ പേര് പിടിച്ച് ജാതി വ്യവസ്ഥയ്ക്കകത്ത് കിടന്നപ്പോൾ മിഷണറിമാർ വന്ന് പള്ളിക്കൂടം തുടങ്ങി. ആ പള്ളിക്കൂടത്തിനകത്ത് അക്ഷരാധ്യാഭ്യാസം മാത്രമല്ല, ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ കേരളത്തിലെ തുണി ഒടുക്കുന്ന ആൾക്കാർ എഴുന്നേറ്റു. പ്രൈസിന് വസ്ത്രം ഒടുക്കുന്നവർ എഴുന്നേറ്റു, വിദ്യാഭ്യാസമുള്ളവർ എഴുന്നേറ്റു. ഈ കേരളം ഇന്ന് പൂർണ്ണമായി സാക്ഷര കേരളമാക്കി മാറ്റിയതിൻ്റെ പുറകിൽ മിഷണറിമാരുടെ പ്രവർത്തനമാണ്. പിശാച് നഷ്ടപ്പെടുത്തിയ എഡ്യൂക്കേഷനെ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ സഭയ്ക്കകത്ത് നിങ്ങൾ ഓരോരുത്തരും സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ കത്തോലിക്കക്കാരും യാക്കോബക്കാരും മാർത്തോമക്കാർക്കും സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് ക്രിസ്ത്യൻ സ്കൂളുകളാണ്. കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാലയങ്ങൾ ക്രിസ്ത്യൻസ് നടത്തുന്നതാണ്. അവിടെ പഠിച്ചവർക്ക് എല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്, ഒരു ദൈവഭയമുണ്ട്. അവർ വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു ദൈവഭയം ബൈബിളും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല വിദ്യാലയങ്ങൾ കേരളത്തിലുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ മേഖല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കാരണം ദൈവം നമ്മുടെ കയ്യിൽ അത് തന്നിരിക്കുക. പിശാച് നഷ്ടപ്പെടുത്തിയ ഈ എഡ്യൂക്കേഷൻ മേഖലകളെ, തകർത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ മേഖലകളെ തിരിച്ചു പിടിക്കാൻ ഇതിനകത്തുനിന്ന് ചിലരെ പരിശുദ്ധാത്മ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവവചനം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ദൈവത്തിന്റെ വചനം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന, യൂത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഹല്ലേലൂയ, സ്തോത്ര, സൺഡേ സ്കൂളിന്റെയും യൂത്തിന്റെയും അഭിഷിക്തരായ ടീച്ചേഴ്സ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. ടീച്ചേഴ്സ് ആയിട്ടുള്ളവര്, എഡ്യൂക്കേഷൻ ടീച്ചിങ് അനോയിന്റിംഗ് ഉള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങളെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഓരോ വ്യക്തികളും അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളിലൂടെ സഭയ്ക്കകത്ത് അനവധി ആൾക്കാരിൽ യേശുവിൻ്റെ സ്നേഹം വർദ്ധിക്കണം. മാത്രമല്ല, നമ്മുടെ KFMൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കണം. സ്കൂളുകൾ, നമ്മൾ നോർത്ത് ഇന്ത്യകളിൽ സ്കൂളുകൾ കെട്ടണം. നോർത്ത് ഇന്ത്യകളിലെ ഗ്രാമങ്ങളെ ദത്തെടുത്ത് അനവധി സ്കൂളുകളും കോളേജുകളും DGS ദിനകരന് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുപോലെ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകൾ KFMന്റെ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകൾ KFMന്റെ കോളേജുകളിൽ പഠിക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകൾ KFMന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകൾക്ക് ഈ ലോകത്തെ ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ മേഖലകളെ ആത്മനിറവിൽ ഈ സഭയിൽ നിന്ന് ഓപ്പൺ ആകാൻ പോവുകയാണ്. യെസ്. ഹല്ലേലൂയ. സ്തോത്രം. എഡ്യൂക്കേഷനെ തിരിച്ചു പിടിക്കാൻ പോകുന്നു. റിലീജിയസ് സ്പിരിറ്റുകളെ തിരിച്ചു പിടിക്കാൻ പോകുന്നു. എന്താണ് റിലീജിയസ് സ്പിരിറ്റ്? മതം. ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ മതം. കത്തോലിക്ക, യാക്കോബ, മാർത്തോമ, CSI, സെവന്ത് ഡേ, IPC അല്ലെങ്കിൽ IPS, എന്തോ IPC, AG, ഷാരോൻ, CSA, KFM,
എന്ന് പറഞ്ഞ് സംഘടനകൾ, എല്ലാ സംഘടനകളും പൊളിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാ സംഘടനകളും മതത്തെ പൊളിച്ചിട്ട് നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിൽ ഒരു ദൈവരാജ്യം പണിയാൻ പോവുകയാണ്. പിശാചാണ് ഈ മതത്തിന്റെ പുറകിൽ സഞ്ചരിക്കുന്നത്. പിശാചാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കാനുള്ളവർ അതിനെ ആയുധമായി ഉപയോഗിക്കുമ്പോൾ ഇന്ന് പകല് ഞാനും നിങ്ങളും അറിയേണ്ടത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, കഞ്ചാവ് പോലെയാണ്, പരസ്പരം അടിപ്പിക്കുന്നതാണ്. അതിനകത്ത് സ്നേഹമില്ല, അതിനകത്ത് ആചാരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ആചാരം, മതം എന്ന് പറഞ്ഞാൽ എന്താണ്? പണം ഉണ്ടാക്കാനുള്ള ഒരു ആചാരങ്ങളാണ് മൊത്തം, അല്ലേ? എല്ലാ മതത്തിനകത്ത് 100 ആചാരമുണ്ട്. ഈ ആചാരങ്ങൾ ചെയ്താലേ ഇത് ചെയ്യുന്നവർക്ക് 10 പൈസ കിട്ടുള്ളൂ. ഇതൊരു ബിസിനസ്സാണ് മതം. ഈ മതം കൊണ്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നു. അന്ധവിശ്വാസികളെ ആയിരക്കണക്കിന് ആൾക്കാർ പണങ്ങൾ വാരി എറിയുന്നു. പ്രൈസ്, നിത്യത നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. മതം മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നത് മതമുണ്ടാക്കാനല്ല, മാനവരാശിയെ രക്ഷിക്കാനാണ്. മാനവരാശിയെ രക്ഷിക്കാനാണ് യേശു വന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതമുണ്ടാക്കാനല്ല. ഹല്ലേലൂയ. മതത്തിന്റെ വക്താവല്ല യേശു, മനുഷ്യനെ രക്ഷകനായാണ് യേശു വന്നത്. അതുകൊണ്ട് നിങ്ങളും മതത്തിനകത്ത് നിന്ന് പുറത്തു വരണം, എന്നിട്ട് മനുഷ്യനായി ജീവിക്കണം. മതം മനുഷ്യനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ മനുഷ്യനെ സ്നേഹിക്കണം. നിന്റെ അയൽവാസി മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഹിന്ദു ആകട്ടെ, അയ്യോ പിശാചിനെ കണ്ടെന്ന് നീ അവനെ നോക്കി പറയരുത്. ദുഷ്ട സാത്താൻ പിടിച്ചവൻ അടുത്ത് താമസിക്കുന്നു പറയരുത്. നീ മാത്രം വിശുദ്ധനും നല്ലവനും യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചവനും അടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഭാവികളാണെന്ന് പറയരുത്. എന്ന് നീ പറയണം, നിന്റെ സ്നേഹം കൊണ്ട് അവനെ ഈ ക്രിസ്തു മാർഗത്തിലോട്ട് നീ കൊണ്ടുവരണം. ഹല്ലേലൂയ. അതാണ് ക്രിസ്ത്യാനി, അതാണ് വിശ്വാസി എന്ന് പറഞ്ഞത്. റിലീജിയസ് സ്പിരിറ്റുകളെ തകർത്തിട്ട് സകല മതക്കാരെയും ജാതിക്കാരെയും നമ്മൾ ഇതിനകത്ത് കയറണം. ഈ സഭയ്ക്കകത്ത് എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും കയറി വരണം. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് വിഷൻ. സകല മതിലുകളും ഇടിഞ്ഞു മാറിയിട്ട് എല്ലാ മതക്കാരും വന്ന കൂട്ടമായിട്ട് യേശുവിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥ ക്രിസ്തീയ ആരാധന. അതിനുവേണ്ടിയാണ് മതിലുകൾ ഇടിയട്ടെ. ക്രിസ്ത്യാനി എന്നും മുസ്ലിം എന്നും ഹിന്ദു എന്നും പറയുന്ന മതിലുകൾ ഇടിയട്ടെ. എല്ലാ മതിലുകളും ഇടിയട്ടെ. യേശു വന്നത് പെന്തക്കോസുകാർക്ക് മാത്രമല്ല, IPC-കാർക്ക് വേണ്ടി മാത്രമല്ല, AG-കാർക്ക് വേണ്ടി മാത്രമല്ല, കത്തോലിക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല. യേശു വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ? ലീച്ചേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലി പറഞ്ഞിട്ട്, ഫാമിലി തകർത്തുകളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുക കുടുംബത്തെ. കേട്ടോ, തിരിച്ചു പിടിക്കണം. നിന്റെ കുടുംബം തകരാൻ നീ അനുവദിക്കരുത്. പിശാച് ലോകം മുഴുവനും കല്യാണങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലും യൂറോപ്യൻ കൺട്രികളിലും വിവാഹമില്ല. വിവാഹമൊക്കെ നിന്നിട്ട് വർഷങ്ങളായി. അവരെല്ലാവരും ലിവിങ് ടുഗദറിലാണ്. രാവിലെ ഒരു കല്യാണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഡൈവോഴ്സ് ചെയ്യുന്നു, വൈകുന്നേരം വീണ്ടും കെട്ടുന്നു, പിറ്റേ രാവിലെ ഡൈവോഴ്സ് ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ലിവിങ് ടുഗദറിലാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരു 5 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ കല്യാണം കാണത്തില്ല. വിവാഹമില്ലാത്തൊരു കാലഘട്ടത്തിലോട്ട് വരികയാണ്. പിശാചിന്റെ തന്ത്രം സ്ത്രീകളെ ഭരിക്കുന്നവരാക്കി മാറ്റുന്ന ഫെമിനിസത്തിന്റെ അനുഭവം. റേഷൻ കാർഡിൽ വരെ അവരെ പേര് കൊണ്ടുവരികയാണ്. ഇന്ന് സ്ത്രീകൾ പറയും നമുക്ക് സമത്വം വേണം. ഫെമിനിസം എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രം. ദൈവം ബൈബിളിനകത്ത് വെച്ചിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക് വിരോധമായി കുടുംബത്തിനകത്താണ് ആദ്യം ദൈവ പ്രവൃത്തി ആരംഭിച്ചത്. പുതിയ നിയമത്തിലും കുടുംബത്തിനകത്താണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ തകർക്കുന്ന പിശാചിന്റെ പദ്ധതിക്ക് നീ കൂട്ടു നിൽക്കരുത്. നീ നിന്റെ കുടുംബത്തെ, ഭവനത്തെ പണിയുന്ന വ്യക്തിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എല്ലാ വർഷവും ഫാമിലി കോൺഫറൻസ് വയ്ക്കും. നമ്മുടെ സഭയിൽ ഫാമിലി കോൺഫറൻസുകൾ വയ്ക്കും എല്ലാ വർഷവും. എന്തിനാ? പിശാചിൻ്റെ പരിപാടി നടക്കാതിരിക്കാൻ. നിന്റെ കുടുംബം, നീ നിന്റെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമാണെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വരണ്ട. നിങ്ങൾ മ്യൂസിയത്തോ ശംഖുമുഖത്തോ ഒക്കെ ചെന്ന് കറങ്ങി അവിടെ നിന്ന് എല്ലാം പറഞ്ഞ് സെറ്റായി അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വരണം. അതാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി ഈ സഭയ്ക്കകത്ത് വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനേക്കാളും വരാതിരിക്കുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. കാരണം അത് പിശാചിന്റെ തന്ത്രമാണ്. നിന്റെ കുടുംബത്തെ തകർക്കുന്നതാണ് അന്ത്യകാലത്ത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. അതുകൊണ്ട് നീ നിന്റെ ഭവനത്തെ പണിയുന്ന വ്യക്തിയായി മാറണം.
കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിന്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കുന്ന, നിന്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കുന്ന, നിന്റെ ഫാമിലിയെ തിരിച്ചു പിടിക്കാൻ, നിന്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ നിന്റെ അകത്തങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഭർത്താവിനെ തിരിച്ചു പിടിക്കണം, ഭാര്യയെ തിരിച്ചു പിടിക്കണം, തലമുറകളെ തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ടതിനെല്ലാം തിരിച്ചു പിടിക്കണം. അതിനാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഒരു മണ്ഡലമാണ് ബിസിനസ്. എന്താണ് ബിസിനസ്? പിശാച് പറയും ബിസിനസ് ചെയ്യുന്നവരെല്ലാം ബോധം പിടിച്ച അവന്മാരൊന്നും ഭസവയിൽ വരണ്ട. പക്ഷേ കർത്താവ് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവരാജ്യം വളരാൻ, ദൈവസഭ വളരാൻ, വിഷൻ ഫുൾഫില്ലാകാൻ സഭയ്ക്ക് പണം ആവശ്യമാണ്. അതേസമയം ദൈവസഭയ്ക്കകത്ത് വരുന്ന ബിസിനസ്സുകാരായ നിങ്ങൾ മുറുക്കാൻ കടയിട്ടുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നവനാകണം. നിങ്ങൾ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉള്ളവനാണെങ്കിൽ നിങ്ങൾ മാള് പണിയുന്നവനായി മാറണം. നിങ്ങളൊരു ചെറിയ ഫുഡിൻ്റെ പരിപാടിയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഒരു കാറ്ററിംഗ് സർവീസ് നിങ്ങളിൽ നിന്ന് ആരംഭിക്കപ്പെടണം. നിങ്ങളുടെ ഒരു ചെറിയ തയ്യക്കടയിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകത്തിലെ വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിക്കാരായി നിങ്ങൾ മാറണം. ഒരു ചെറിയ ഫിഷ് മാർക്കറ്റ് ഒരു കടയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വലിയ എക്സ്പോർട്ടറായി മാറണം. ഇതിനകത്ത് ബിസിനസ് ചെയ്യുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവരാജ്യം അത് തിരിച്ചു പിടിക്കാൻ പോകും. നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവുക. നിങ്ങൾ ഓടി ഫ്രണ്ടി വാ. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഓടി ഫ്രണ്ടി വാ. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും, ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വെളിപ്പാടുണ്ടെങ്കിൽ, അതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഓടി ഫ്രണ്ടി വാ. കർത്താവ് പറയുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുക, ബിസിനസ് ചെയ്യാൻ ഒരു ഇന്റർനാഷണൽ അനോയിന്റ് നിന്റെ അകത്ത് വരാൻ പോവുകയാണ്. കർത്താവ് പറയാ, തിരിച്ചു പിടിക്കണം. ദൈവരാജ്യത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളായിരിക്കണം മൾട്ടി ബില്യനർ. നാളത്തെ യൂസഫ് അലി നിങ്ങളായിരിക്കണം. നാളത്തെ രവി പിള്ള നിങ്ങളായിരിക്കണം. നാളത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ് അങ്ങനെ പേരെന്തോന്നു കോടീശ്വരൻ ബിൽഗേറ്റ്സ് അല്ല, അംബാനി അല്ല, എന്തോ എലൻ മാസ്ക്, വേൾഡിലെ നമ്പർ 1 ബിസിനസ്സുകാരൻ. അത് പാവമാണോ? പിശാച് അവന് മറ്റ് ബന്ധമുള്ളവനെയൊക്കെ കോടീശ്വരന്മാരാക്കുന്നു. നമ്മൾ ഇവിടെ കൈ അടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് ബസ്സൂലിക്ക് വേണ്ടി പിച്ചക്കാരെ പോലെ തണ്ടും. നിങ്ങൾ വിഷനുള്ളവരാണെങ്കിൽ 2024 ഈ സഭയിലെ ഏറ്റവും കൂടുതൽ ദശാംശം ഓഫറിങ് ഇടുന്നവരായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് ഒരു വെളിപ്പാട് വേണം. ഈ സഭയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ദശാംശം, ഏറ്റവും കൂടുതൽ ഓഫറിങ്, ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്ന വ്യക്തിയായി ഞാൻ മാറും. യേശുവിൻ നാമത്തിൽ ബ്ലെസ്സിംഗ്, ഫയർ, 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 ഫയർ. അസാധാരണമായ മൾട്ടിപ്ലിക്കേഷൻ പവർ റിലീസ് ആകട്ടെ, റിലീസ് ആകട്ടെ, വർദ്ധിക്കട്ടെ, പെരുകട്ടെ. ഒരു വലിയ അഭിഷേകം റിലീസ് ആകട്ടെ. വലിയൊരു അഭിഷേകം, വലിയൊരു അഭിഷേകം. ദൈവശക്തി ഇറങ്ങട്ടെ. ഈ സഭയ്ക്കകത്ത് നിന്ന് ബിസിനസ് മാഗ്നറ്റുകൾ എഴുന്നേക്കട്ടെ. ദൈവരാജ്യത്തിന് വാരി കോരി കൊടുക്കാൻ തക്കവണ്ണമുള്ള ബിസിനസ് ഐഡിയകൾ, നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ തരാൻ പോകുന്നു. ദൈവത്തിന് ജ്ഞാനം വരാൻ പോവുക. പുതിയ ചിലത് ആരംഭിക്കാൻ, പുതിയ ചിലത് സ്റ്റാർട്ട് ചെയ്യാൻ, പുതിയ ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ചെറിയതിൽ നിന്നും വലുതിലോട്ട് മാറാൻ. യെസ്, ബിസിനസ് മാഗ്നറ്റുകളായി, ഐഡിയ ഉള്ളവരായി, മൾട്ടി ബില്യനേഴ്സായി മാറും. യേശുവിൻ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യും. യെസ്, KFC എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? 60-65 വയസ്സിൽ ജീവിതകാലത്തിൽ എല്ലാം ചെയ്ത് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, 10, 200, 100, 150 പിന്നെ ഡോളർ കയ്യിലുണ്ടായിരുന്നപ്പോൾ 65 വയസ്സിലെങ്ങാനും ദൈവം ഒരു ഐഡിയ കൊടുത്തു. അതാണ് നമ്മളെല്ലാം ഇന്ന് ചെന്ന് ലുലുവിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് KFC തിന്നുകൊണ്ടിരിക്കുന്നത്.
65 വയസ്സിൽ പുള്ളിക്ക് ദൈവം കൊടുത്ത ഒരു ഐഡിയ. ദൈവത്തിന്റെ ജ്ഞാനം നിന്റെ അകത്ത് വന്നാൽ ദൈവം നിനക്കൊരു ഐഡിയ തരും. അതൊരു പക്ഷേ നമ്മൾ ചിന്തിക്കും വലിയ കാര്യങ്ങളാണെന്ന്. ചെറിയൊരു കാര്യം അതിനെ ദൈവം വർദ്ധിപ്പിക്കും. കേട്ടോ. അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണ്ട, അവരെ കാര്യം അവർ നോക്കാൻ ആളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ പ്രാപിച്ചോ? ഐഡിയ വേണോ? ഒരു മനുഷ്യൻ കോടീശ്വരനാകുന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ ചെറിയൊരു ഐഡിയ. ആ ഐഡിയ കിട്ടിയാൽ നീ മൾട്ടി ബില്യണറായി മാറും. നീ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നോട് പറയും, എന്തെങ്കിലും ഒരു ഐഡിയ നിനക്ക് തരും. ഒരു ചായക്കടയായിരിക്കാം, വെറും ചായ മാത്രം അടിച്ചതിന്റെ ബ്രാൻഡുകളായവരുണ്ട്. ഇന്ത്യ മുഴുവൻ ഓൾ ഇന്ത്യൻ കഫേ, ഇന്ത്യ കോഫി ഡേ. ചെറിയ ഐഡിയ, ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ 7,000-8,000 കോടി ആസ്തിയുള്ളവരായി മാറും. കഴിഞ്ഞ ദിവസം MBA പഠിച്ചവന് MBAയിൽ എൻട്രൻസിന് ഇത് കിട്ടിയില്ല. അവൻ നേരെ 8,000 രൂപ വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ്റെ വാങ്ങിച്ചുകൊണ്ട് ടീ കട തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ബ്രാഞ്ചായി. ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. ആ സഹോദരൻ കുമിളിന്റെ പരിപാടി തുടങ്ങിയതാ. സുജിത്ത് അല്ലേ? എഴുന്നേറ്റേക്ക്. സുജിത്ത് കുമിളിന്റെ പരിപാടി ചെന്ന് പഠിച്ചിട്ട് അവനെ തമിഴ്നാട്ടിൽ നിന്ന് ചെറിയ പാള കൊണ്ടുവന്ന് കയറി അതൊരു പാക്കറ്റാക്കി ആ കുമിള് പാക്ക് ചെയ്ത് സൂപ്പറായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഇതിൽ ഇപ്പോൾ സ്റ്റോപ്പായിരിക്കുക. പക്ഷേ അതൊരു ഭയങ്കര ഐഡിയ ദൈവം കൊടുത്തവന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പോലും ദൈവകൃപയുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ദൈവം ചേർന്ന് കയറി നിന്നാൽ, പത്രോസിന്റെ പടകിനകത്ത് യേശു കയറിയതുപോലെ നിന്റെ പടകിൽ യേശു കയറിയാൽ നിന്റെ ചരിത്രം മാറും. ഈ സഭയ്ക്കകത്ത് വരുന്ന നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളെല്ലാം ഉയർച്ച പ്രാപിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ സാധാരണ വ്യക്തികളായിരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നമ്മൾ പ്രാപിക്കാൻ പോകും. നമ്മൾ ഈ സഭയ്ക്കകത്തുനിന്ന് ഇന്റർനാഷണൽ വലിയ മാളുകൾ നമ്മൾ ഉണ്ടാക്കാൻ പോകും. പുതിയൊരു ചർച്ച് നമ്മൾ പണിയുമ്പോൾ മാളുകൾ ഉണ്ടായിരിക്കും, സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായിരിക്കും, കോഫി ഡേകൾ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും, റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരിക്കും, 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടായിരിക്കും, റിസോർട്ടുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ സഭയുടെ വിഷനാണ്. പ്രൈസ്. ബാങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നാളെ ഒരു പലിശ ഇല്ലാതെ പണം തരുന്ന ബാങ്കുകൾ നമ്മുടെ സഭയിൽ നിന്നും റിലീസാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, എഡ്യൂക്കേഷൻ മേഖലകൾ ഉണ്ടാകും, എല്ലാ ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. വലിയ ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അടുത്ത ഗവൺമെന്റ് മിലിറ്ററി. ദൈവത്തിന്റെ ആത്മാ പറയാണ്, ഗവൺമെന്റിനോട് ദൂത് പറയുന്നവർ ഇതിനകത്ത് എഴുന്നേക്കും. MLA-മാരോട് ദൂത് പറയുന്നവർ, MP-മാരോട് ദൂത് പറയുന്നവർ, പൊളിറ്റീഷ്യന്മാരോട് ദൂത് പറയുന്നവർ, അടുത്ത ചില വലിയ MLA-മാരും MP-മാരും മിലിറ്ററിക്കാരും സകല അധികാരികളും ഈ സഭയ്ക്കകത്ത് വരും. അവരെ നമ്മൾ പിടിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇലക്ഷന് നിൽക്കണം താല്പര്യമുണ്ടോ? എനിക്ക് ഇലക്ഷന് നിൽക്കണം. നാണിക്കരുത്. എഴുന്നേറ്റോ. ധൈര്യമായിട്ട് ഇലക്ഷന് നിൽക്കണം. വാ ഫ്രണ്ട് വാ. ദൈവസഭയ്ക്കകത്തുനിന്ന് ചില സ്ഥാനാർത്ഥികൾ എഴുന്നേക്കണം. അന്യഭാഷയും അഭിഷേകവും പ്രാർത്ഥിക്കുന്ന MLA-മാരും MP-മാരും ഉണ്ട്. വാ അനുബ്രദേ വാ. വിശ്വാസത്തെ വാ. ബ്രദർ വരണില്ലേ? വരുവ ബാക്കിൽ വന്നോ. ധൈര്യമായിട്ട് വാ. ദൈവത്തിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അടുത്ത ഇലക്ഷന് നിന്ന് കോൺഗ്രസിന്റെ ആളല്ലേ? പ്രൈസ് ദി ലോർഡ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കർത്താവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് രാഷ്ട്രീയക്കാർ എഴുന്നേക്കണം. നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് ഇതെല്ലാം സംഭവിച്ചാലേ ഒരു സഭ പൂർണ്ണമാകൂ. കാരണം 7 കാര്യങ്ങൾ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുക. പഴയ നിയമത്തിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വ്യക്തികൾക്ക് വേണ്ടി ദൂത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല, രാജാക്കന്മാർക്ക് വേണ്ടി ദൂത് പറയുന്നവരായിരുന്നു. നമുക്ക് ഇവിടെ കയ്യും കൊട്ടി ഇവിടെ വന്ന് ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സഭയെക്കുറിച്ചുള്ള വിഷൻ അതല്ല. പൗലോസും പത്രോസും രാജാക്കന്മാരുടെ ദൂത് പറഞ്ഞത്. ദൈവസഭയെ ദൈവം വിളിച്ചത് രാജ്യങ്ങളോട് ദൂത് പറയാനാണ്, രാജാക്കന്മാരോട് ദൂത് പറയാനാണ്. ഈ സഭയ്ക്കകത്ത് അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ സ്ഥാനാർത്ഥികൾ വരണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസഭ ഈ സ്ഥലത്തെ ഭരിക്കണം. തിരുവനന്തപുരത്ത് കേരളത്തിൽ ആര് ഭരിക്കണമെന്ന്
ദൈവസഭയാണ് തീരുമാനിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ MLA ആയി MP ആയി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥാനാർത്ഥി പട്ടം റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. തന്റെ മകൻ ഒരു സ്ഥാനാർത്ഥിയായി ജയിക്കട്ടെ, ഒരു ജയാളിയായി, ഒരു MLA ആയി, MP ആയി, മന്ത്രിയായി പുറത്തു വരട്ടെ. നിങ്ങളെ ഫെയ്ത്ത് ദൈവം അനുഗ്രഹിക്കാൻ പോവുക. നിങ്ങളെ വിളിക്കും ആൾക്കാർ, നിങ്ങളുടെ മുകളിൽ ആ പൊളിറ്റീഷ്യന്മാർ വിളിച്ചു പറയും, നിങ്ങളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ്, നിൽക്കാൻ തയ്യാറാണോ എന്ന് പറയണം. ഐ ആം റെഡി. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്. ജനമല്ല, എൻ്റെ കൂടെ ജീവനുള്ള ദൈവമുണ്ട്. ജയാളിയായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. സഭയ്ക്കകത്തുനിന്ന് ഇഷ്ടം പോലെ സ്ഥാനാർത്ഥികൾ എഴുന്നേക്കട്ടെ, ഒരുപാട് പൊളിറ്റീഷ്യന്മാർ എഴുന്നേക്കട്ടെ, ഹല്ലേലൂയ. IAS എഴുന്നേക്കട്ടെ, അധികാരികൾ എഴുന്നേറ്റ്. IAS പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇത്രയുണ്ട്. IAS IPS ആകണം, മിലിറ്ററിക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നൊക്കെ കൈ പൊക്കിക്കോ. ആരെങ്കിലും ഉണ്ടോ? IAS IPS വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കാവാൻ പറ്റത്തില്ലേ? വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ അകത്ത്. പിള്ളേർക്കൊന്നും ആഗ്രഹമില്ലേ? സ്കൂളിൽ പോകാനേ ആഗ്രഹമില്ല, പിന്നെയാണല്ലേ സ്കൂളിൽ എന്ന് വേറെ. നമുക്ക് പഠിക്കുന്നവന് പരീക്ഷയെ പേടിയില്ല, പഠിക്കാത്തവന് പരീക്ഷയെ പേടിയാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും, അവിശ്വാസമുള്ളവന് പേടിയും ഭയമാണ്. നിന്റെ കൂടെ ദൈവം ഇല്ല എന്നുള്ളത് പേടി ഉണ്ടാകണം, നിനക്കത് വിശ്വസിക്കാൻ പ്രയാസം. ആ പയ്യൻകാരൻ പറഞ്ഞത് നീ എന്താണോ നിനക്ക് IAS ആണോ? പ്രൈസനോണേ IPS അവൻ നിൽക്കണേണ്ട. പ്രൈസനോ IPS-കാരനാകാൻ പോവുകയാവൻ. സഭയ്ക്കകത്തുനിന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും മിലിറ്ററിക്കാരും IPS-ഉം IAS ഉള്ളവരും ഉന്നതമായ പഠനങ്ങളുള്ളവർ എഴുന്നേക്കട്ടെ. ബ്ലസ് അവന്റെ നല്ല പൊക്കമുണ്ട്. IPS ആയാൽ കൊള്ളായിരിക്കും. വാ, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അവനൊരു നല്ല IPS ഉദ്യോഗസ്ഥനായി മാറട്ടെ, ഒരു IPS-കാരനായി റിലീസ് ചെയ്യുന്നു. യെസ്, ഹല്ലേലൂയ. നിന്റെ അകത്ത് ഒരു ഉറപ്പുണ്ടാകണം. പെന്തക്കോസ്ത് ഗോളം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരും ദാരിദ്ര്യവാസികളും ശാപം പിടിച്ചവരും എഴുന്നേറ്റമില്ലാത്തവനും ഗുണപ്പെടാത്തവനും മാത്രമാണ് അവിടെ പോകുന്നത് ചിന്താഗതി സമൂഹത്തിനുണ്ട്. അല്ല, നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഫ്ലൈറ്റുകളിലായിരിക്കണം. നിങ്ങൾ ഇനി വരാൻ പോകുന്ന വലിയ ഭയങ്കര ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററുകളിലും. നിങ്ങൾക്കറിയാമോ, കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ സഭയാണ് ആ രാജ്യത്തെ ഭരിക്കുന്നത്. ആ രാജ്യം എന്ന് പറഞ്ഞാലേ പോൾ യോങ്കിച്ചോയുടെ സഭയാണ്, ചർച്ചാണ്. ആ ചർച്ചുകാരിലെ വിശ്വാസികൾ വരുന്നത് ഫ്ലൈറ്റിലാണ്. ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭാഷമാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഫ്ലൈറ്റ് ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ സൈക്കിൾ പോലും ഇല്ലാതെ വരുന്നത്, കാരണം വിശ്വാസം ഇല്ല. ലോൺ എടുത്ത് മുടിഞ്ഞ് മുള്ളുവാരി കിടക്കുമ്പോഴാണ് ഇനി ഫ്ലൈറ്റിൻ്റെ കാര്യം പറയുന്നത്. ഭാഷ ഇല്ല, അതിൻ്റെ അകത്തുനിന്ന് നീ പുറത്ത് വരും. കാരണം ഈ ദൈവം സർവ്വവ്യാപിയും സർവശക്തനുമാണ്. നമ്മുടെ ദൈവം ദാരിദ്ര്യവാസിയല്ല. നിന്റെ ശാപം പൊട്ടിച്ച് നീ ഉന്നതമായ വാഹനങ്ങളിലും ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററുകളുള്ള സഭയായി നമ്മുടെ സഭ മാറണം. രാജ്യത്തെ ഭരിക്കുന്ന സഭയാകണം. ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ചർച്ചായി ദൈവത്തിന്റെ സഭയെ ദൈവം മാറ്റാൻ പോയ എന്താണ്? ക്രിക്കറ്റർ ആകണം. യേശുവിൻ നാമത്തിൽ ക്രിക്കറ്റ് കളി നമ്പർ 1 ആയി ടെണ്ടുൽക്കർ വരെ ഞെട്ടിപ്പോകുന്ന ബാറ്റിങ്ങും ബൗളിങ്ങും ഉള്ളവനായി അവൻ മാറട്ടെ. പ്ലസ് ക്രിക്കറ്റർ ആകട്ടെ, ഗെയിമുകളിൽ പങ്കെടുത്ത് ഒളിമ്പ്യന്മാരായി മാറട്ടെ. ഇതിനകത്ത് നിന്ന് നമ്മൾ അനിൽ ബ്രദറിന്റെ 2 മക്കളും ഒളിമ്പ്യൻസായി മാറാൻ പോവുകയാണ്. അവർ നല്ല ജിംനാസ്റ്റിക്കും കാര്യങ്ങളുമാണ്, ഗോൾഡ് മെഡലുകൾ വാങ്ങിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അത് എന്താണത് ഞാൻ പറഞ്ഞത്? ഗവൺമെന്റ് ഗ്ലോറി. പറഞ്ഞിട്ട് ഗവൺമെന്റ് ഗ്ലോറി. ഗവൺമെന്റുകളെല്ലാം ഇവിടെ വരാൻ പോകുന്നു. മിലിറ്ററിക്കാരന്മാർ വരാൻ പോകുന്നു. സഭയ്ക്കകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരാൻ പോകുന്നു. ചില സഭകളിൽ ആന്ധ്രയിലും മറ്റുള്ള സ്ഥലം പോകുമ്പോൾ മന്ത്രിമാർ, MLA-മാർ, MP-മാരൊക്കെയാണ് വരുന്നത്. മെഷീൻ ഗണ്ണുമായിട്ട് ഗാർഡുകളായിട്ട് വരും. ഈ സഭയിൽ വന്ന് ആത്മനിറവിൽ ആരാധിച്ചിട്ട് പോകും. അതുപോലെ നമ്മുടെ സഭയിൽ ഗൺമാന്മാരുമായിട്ട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വന്ന് ആരാധിക്കുന്ന സഭയായി മാറണം. അതാണ് ദൈവത്തിന്റെ വിളി, പദ്ധതി അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥ സഭയെന്ന് പറഞ്ഞാൽ അതാണ്. ഈ ലോകത്ത് അങ്ങനെയുള്ള ചർച്ചകളുണ്ട്, ഇപ്പോൾ ലൈവായിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് നമ്മുടെ ഉള്ളിലെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. സഭയെന്ന് പറഞ്ഞാൽ
പിന്നെ ദാരിദ്ര്യവാസികളുടെ കൂട്ടായ്മ എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളതങ്ങ് പൊളിക്കണം. മനസ്സിലായോ? നമ്മളിവിടെ വന്നിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ താഴത്തെ സെക്യൂരിറ്റിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും 4, 3, 7 പേര് വരുന്ന ആൾ പിന്നെ സഭയ്ക്കകത്തുള്ള പാസ്റ്റർ പോകണം ജാഗുവാറിൽ. ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ പൈസ? ഇതാണ് വിശ്വാസത്താൽ പ്രാപിക്കുന്നത്. പണം അച്ചടിച്ച് വയ്ക്കുന്നവനെന്നും ഇന്ന് വരെ ജാഗൂർ പോയിട്ട് അവൻ നല്ലൊരു വണ്ടി അവനില്ല. പണമുണ്ട്, ഇഷ്ടംപോലെ ബാങ്കിൽ കിടക്കുന്നു, സ്ഥലമുണ്ട്, പക്ഷേ തൻ്റെ ഇടമില്ല, ധൈര്യമില്ല, വിശ്വാസമില്ല ഇതുപോലെ വാങ്ങിക്കാൻ. പക്ഷേ പണം ഇല്ലാത്തവന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് വരും. നിന്റെ ഏറ്റവും വലിയ നിക്ഷേപം പണമല്ല, വിശ്വാസമാണ്. അടുത്ത ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. എന്താണ്? നമ്മൾ സഭയ്ക്കകത്ത് നിന്ന് പാടുന്നവരും അഭിനയിക്കുന്നവരും പുറത്ത് വരാൻ പോവുകയാണ്. നമ്മുടെ നെടുമങ്ങാട് സഭയ്ക്കകത്ത് നിന്ന് കുറച്ച് അഭിനയിക്കുന്ന ആൾക്കാർ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നു. ചില ആൾക്കാർ, ചില പിള്ളേരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയ്ക്കകത്ത് ഇനി ആരാധിക്കാൻ വരുന്ന ഫിലിം സ്റ്റാറുകളായിരിക്കും. ഫിലിം സ്റ്റാറുകൾ ഇതിനകത്ത് ആത്മനിറവിൽ ആരാധിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്തുനിന്ന് ഫിലിം സ്റ്റാറുകൾ എഴുന്നേക്കും. ഈ സഭയ്ക്കകത്തുനിന്ന് പാടുന്നവർ എഴുന്നേക്കും, ഡാൻസർമാർ എഴുന്നേക്കും, വലിയ കലാതിലകങ്ങൾ എഴുന്നേക്കണം. ദൈവസഭയ്ക്കകത്ത് എന്റർടൈൻമെന്റ്, അതായത് സിനിമ അതുപോലെയുള്ള മേഖലകളിലുള്ളവർ വന്ന് പിശാചിനെ അല്ല ആരാധിക്കേണ്ടത്, ദൈവത്തെ അവർ ആരാധിക്കണം. അതിന് നമ്മൾ